بسم الله الرحمن الرحيم اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم كلا إن الإنسان ليطغى أن رآه استغنى إن إلى ربك الرجعى أرأيت الذي ينهى عبدا إذا صلى أرأيت إن كان على الهدى أو أمر بالتقوى أرأيت إن كذب وتولى ألم يعلم بأن الله يرى كلا لئن لم ينته لنسفعا بالناصية ناصية كاذبة خاطئة فليدع ناديه سندع الزبانية كلا لا تطعه واسجد واقترب. الحمد لله الذي خلق فسوى والذي قدر فهدى. الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. ادع إلى سبيل ربك بالحكمة والموعظة الحسنة وجادلهم بالتي هي أحسن إن ربك هو أعلم بمن ضل عن سبيله وهو أعلم بالمهتدين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹ കാരുണ്യങ്ങളാൽ ഭൗതിക ജീവിതത്തിലെ തിരക്കുകൾക്കും ഉത്തരവാദിത്തങ്ങൾക്കുമിടയിൽ ഏതാനും മിനിറ്റുകൾ റബ്ബിൻ്റെ മാർഗത്തിൽ ഒരുമിച്ച് കൂടാൻ, പരിശുദ്ധ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ സംഗമിക്കാൻ നമുക്ക് സാധിച്ചിരിക്കുകയാണ്. റഹ്മാനായ റബ്ബ് നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ സ്വാലിഹായ അമലായി സ്വീകരിക്കുകയും അനുഗ്രഹങ്ങളുടെ ലോകമായ ജന്നാത്തുൽ ഫിർദൗസിലും ഇതുപോലെ ഒരുമിച്ച് കൂടാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. എല്ലാ തിരക്കുകൾക്കിടയിലും നമ്മൾ ഇങ്ങോട്ട് വരാൻ ഒരു കാരണമുണ്ട്. ജീവിതത്തെ സംബന്ധിക്കുന്ന കൃത്യമായ ഒരു കാഴ്ചപ്പാട് നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചു എന്നതുകൊണ്ടാണത്. നാട്ടിലേക്ക് പോകുമ്പോൾ നെടുമ്പാശ്ശേരിയിലോ കരിപ്പൂരിലോ ഫ്ലൈറ്റ് ഇറങ്ങി വീട്ടിലേക്കുള്ള യാത്രക്കിടയിൽ കോഴിക്കോട്ട് വെച്ചോ തലശ്ശേരി വെച്ചോ എറണാകുളത്ത് വെച്ചോ നമ്മുടെ ഏതെങ്കിലും ഒരു സുഹൃത്ത് നമ്മെ കണ്ടുമുട്ടിയാൽ ഷർട്ടിൻ്റെ ബാക്കിൽ അല്പം അഴുക്കുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അവരോട് പറയും, സാരമില്ല, ഞാൻ വീട്ടിലേക്കാണ് പോകുന്നത്, ഏതായാലും വീടെത്താറായാൽ. വീട്ടിലേക്കുള്ള യാത്രക്കിടയിൽ വഴിയിൽ കണ്ട ഒരു സുഹൃത്ത് നാസ്ത കഴിച്ചിട്ടില്ലോ, നമുക്കൊരു ചായ കുടിച്ചിട്ട് പിരിയാം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും, വേണ്ട, വീടെത്താറായല്ലോ, വീട്ടിലെത്തിയിട്ടാകാമല്ലോ. കാരണം നമുക്കവിടെ ധൃതിയാണ്. നമ്മുടെ ലക്ഷ്യമായ മനസ്സിൽ നമ്മൾ താലോലിക്കുന്ന നമ്മുടെ ലക്ഷ്യം കേന്ദ്രം തൊട്ടടുത്താണ് എന്നതുകൊണ്ട് വഴിയിൽ വെച്ച് സംസാരിക്കുന്നവരോടെല്ലാം നമ്മൾ നൽകുന്ന മറുപടി അതാണ്, വീടെത്താറായല്ലോ, അവിടെ എത്തിയിട്ടാകാം. പക്ഷെ ജീവിതത്തെ സംബന്ധിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് രൂപപ്പെടുത്താൻ സാധിക്കാറുണ്ടോ എന്നതാണ് പ്രശ്നം. നമ്മുടെ ലക്ഷ്യമായ ആഖിറത്ത്, ഓരോ സെക്കൻഡും അതിലേക്കുള്ള പ്രയാണം, ആ ലക്ഷ്യം നമ്മോടടുത്തിരിക്കുന്നു എന്ന് കണ്ടെത്തിക്കൊണ്ട്, എന്ന് ചിന്തിച്ചുകൊണ്ട്, ഇതാ യഥാർത്ഥമായ ദാറുസ്സലാമിലെ ആ പ്രയാണത്തിൽ, അതിലേക്കുള്ള യാത്രയുടെ അന്തിമഘട്ടത്തിലാണ് എന്ന നിലക്ക് ഭൗതിക ജീവിതത്തിലെ വീടാകുന്ന ലക്ഷ്യം തേടിക്കൊണ്ടുള്ള യാത്രക്കിടയിൽ കണ്ടവരോടെല്ലാം ധൃതി കാണിച്ച പോലെ ആത്യന്തിക ലക്ഷ്യമായ ദാറുസ്സലാമിനെ മുന്നിൽ കണ്ടുകൊണ്ട് അതിലേക്കുള്ള പ്രയാണമാണ് എൻ്റേത് എന്ന നിലക്ക്
അമലുകളിൽ, സൽക്കർമ്മങ്ങളിൽ, ഇബാദത്തുകളിൽ ധൃതി കാണിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം. ആ ഒരു താല്പര്യമാകണം തീർച്ചയായും ഇങ്ങോട്ട് വരാൻ, ഇതുപോലെയുള്ള സംഗമങ്ങളിൽ പങ്കെടുക്കാൻ നമുക്ക് പ്രേരകമായി തീരേണ്ടത്. ലോകത്ത് ആരും ഏറ്റെടുക്കാൻ തയ്യാറില്ലാത്ത അതിമഹത്തായ ഒരു ദൗത്യം, ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുള്ള ആളുകളാണ് നമ്മൾ. നമുക്ക് വായുവും വെള്ളവും ജീവനും ജീവിത സൗകര്യങ്ങളും നൽകിയിട്ടുള്ള കാരുണ്യവാനായ പടച്ച തമ്പുരാൻ പഠിപ്പിച്ച ഏറ്റവും അതിപ്രധാനമായ ഉത്തരവാദിത്തം അവന് മാത്രമുള്ള ആരാധനയും അവന്റെ മുമ്പിലുള്ള സമ്പൂർണമായ ജീവിത സമർപ്പണവും, ലോകത്തിന് മാതൃക കാണിക്കാൻ വേണ്ടി അവൻ നിയോഗിച്ചയച്ച അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ, ജീവിതചര്യയെ പകർത്തുകയും ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്തം. ആ സത്യത്തെ സ്വന്തം ജീവിതത്തിൽ നടപ്പാക്കിക്കൊണ്ട് ആ വെളിച്ചത്തിലേക്ക് മറ്റുള്ളവരെ നയിക്കാൻ, ആ പ്രകാശം മറ്റുള്ളവർക്ക് കൈമാറാൻ കൽപ്പിക്കപ്പെട്ട ആ ബാധ്യത ഏറ്റെടുത്തിട്ടുള്ള ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് നമ്മുടെ ജീവിത രീതികളിൽ, നമ്മുടെ ബാധ്യതാ നിർവഹണങ്ങളിൽ ചില സവിശേഷതകൾ ഉണ്ടായിത്തീരണം. ജീവിതത്തിൽ സമ്മാനത്തെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നമ്മൾ. എന്തെങ്കിലും വിലപിടിപ്പുള്ളൊരു വസ്തു ആരെങ്കിലും നൽകിയാൽ അത് നമ്മുടെ സുഹൃത്തിന് കാണിച്ചു കൊടുക്കാൻ നമുക്ക് അതിയായ ആനന്ദമുണ്ടാകാറുണ്ട്. നമ്മുടെ കൊച്ചുകുട്ടിക്ക്, നമ്മുടെ നാട്ടിലേക്ക് ചെന്നപ്പോൾ ബന്ധത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു LP ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചുകുട്ടിക്ക് ഒരു സമ്മാനം നൽകിയാൽ അടുത്ത ദിവസം സ്കൂളിൽ പോകുമ്പോൾ അവൻ അവന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ അത് കാത്തു സൂക്ഷിക്കുകയും തന്റെ സുഹൃത്തുക്കളുടെ മുമ്പിൽ അത് പ്രദർശിപ്പിക്കുകയും 1000 നാക്കോടുകൂടി അതിനെക്കുറിച്ച് വർണ്ണിക്കുകയും ചെയ്യും. സമ്മാനം ലഭിക്കുന്നത് ഇഷ്ടപ്പെടുന്നു എന്നതുപോലെ തന്നെ ലഭ്യമായ സമ്മാനം മറ്റുള്ളവരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കുകയും അതിന്റെ മഹത്വം വർണ്ണിക്കുകയും ചെയ്യുക എന്നത് മനുഷ്യന്റെ സ്വഭാവമാണ്. പക്ഷേ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു സമ്മാനം ലഭ്യമായിട്ടുള്ള ആളുകളാണ് നമ്മൾ. അത് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അത് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. സൂറത്തു ഫാത്തിഹ, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ആവർത്തിതമായ സബഉ മിനൽ മസാനി, ആവർത്തിത വചനങ്ങൾ എന്ന് പരിചയപ്പെടുത്തിയ സൂറത്തു ഫാത്തിഹയിൽ അതിന്റെ മജ്ജയും സത്തയുമായി ഉള്ളത് ഒരു പ്രാർത്ഥനയാണ്. നമുക്കറിയാം, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക് നീ ഞങ്ങളെ നയിക്കണമേ എന്ന പ്രാർത്ഥനയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ട് ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ മഹത്വം നമ്മൾ വാഴ്ത്തിയതും അർ-റഹ്മാനുർ റഹീം എന്ന് പ്രകീർത്തിച്ചുകൊണ്ട് അവന്റെ കാരുണ്യത്തെ നമ്മൾ പുകഴ്ത്തിയതും മാലിക് യൗമിദ്ദീൻ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കണക്ക് നോക്കുന്ന നാളിന്റെ അവന്റെ ഉടമസ്ഥാധികാരത്തെ നമ്മൾ അംഗീകരിച്ചു കൊടുത്തതും ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് റബ്ബിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ആരാധനയുടെ വിഷയത്തിൽ അവന് മാത്രമുള്ള അർഹതയെ നമ്മൾ അംഗീകരിച്ചു കൊടുത്തതും പരമപ്രധാനമായ ഈ ഒരു വിഷയം അവന്റെ മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാണ്. കാരണം അവനല്ലാതെ മറ്റാർക്കും അത് നൽകാൻ സാധിക്കയില്ല എന്നതുകൊണ്ട് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക് നീ ഞങ്ങളെ നയിക്കണമേ. അള്ളാഹുവിന്റെ മുമ്പിൽ അത് നമ്മൾ പ്രാർത്ഥിക്കുക മാത്രമല്ല, അക്കാര്യത്തിന് വേണ്ടി നമ്മൾ അധ്വാനിക്കുകയും ചെയ്യണം എന്നതാണ് പടച്ച തമ്പുരാൻ പഠിപ്പിക്കുന്നത്. ഹിദായത്തിന് വേണ്ടിയുള്ള അധ്വാനം സത്യവിശ്വാസി നിർവഹിക്കണമെന്ന് നിരവധി ആയത്തുകളിലൂടെ റബ്ബ് പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ് ആ ഹിദായത്ത് ലഭ്യമാകാനുള്ള അധ്വാനത്തിന്റെ ഭാഗമാണ്. എവിടെ വെച്ച് അത് ലഭിക്കും? അത് വിശുദ്ധ ഖുർആനിൽ നിന്ന് മാത്രമാണ്. അതുകൊണ്ട് ഖുർആൻ പഠിക്കുകയും ഖുർആനിന്റെ ആശയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നതോടൊപ്പം നമുക്കൊരു ബാധ്യതയുണ്ട്. ഈ സൗഭാഗ്യം ലഭ്യമായിട്ടില്ലാത്ത ആളുകളിലേക്ക് ഇതിനെ പകർന്നു കൊടുക്കുക എന്നത്. ലോകം ജീർണതയിലാണ് നിലനിന്നുകൊണ്ടിരിക്കുന്നത്. നാനാഭാഗങ്ങളിൽ ലോകത്ത് ഇന്ന് പ്രകടമായിക്കൊണ്ടിരിക്കുന്ന, ശക്തമായിക്കൊണ്ടിരിക്കുന്ന തിന്മയുടെ കേന്ദ്രങ്ങളെ സംബന്ധിച്ച് ദൃശ്യശ്രാവ്യ മാധ്യമങ്ങൾ തുറന്നു വെച്ചുകൊണ്ട് അത് വിലയിരുത്തുന്ന നിങ്ങളോട് വിശദീകരിക്കേണ്ടെന്ന ആവശ്യമില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അംർ ഇബ്നു അസ്അദ് റളിയല്ലാഹു അൻഹു, അബൂ സയ്യിദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന സുദീർഘമായ ഒരു ഹദീസിൽ നമുക്ക് കാണാം, സുബഹി നമസ്കാരം കഴിഞ്ഞുകൊണ്ട് റസൂലുള്ള മിമ്പറിലേക്ക് കയറുകയും പ്രസംഗം തുടങ്ങുകയും ചെയ്യുന്നു. ളുഹർ വരെ പ്രസംഗിക്കുന്നു. ളുഹറിന് വേണ്ടി താഴോട്ടിറങ്ങി വീണ്ടും മിമ്പറിൽ കയറി അസർ വരെ പ്രസംഗിക്കുന്നു. അസർ നമസ്കാരത്തിന് വേണ്ടി താഴോട്ടിറങ്ങി വീണ്ടും മിമ്പറിൽ കയറി മഗ്രിബ് വരെ പ്രസംഗിക്കുന്ന പ്രസംഗം. ആ പ്രസംഗത്തെക്കുറിച്ച് ഉദ്ധരിച്ചുകൊണ്ട് അബൂ സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഫഅലമുന അഹ്ഫദുന, ഞങ്ങളിൽ ഏറ്റവും കൂടുതൽ മനപ്പാഠമാക്കാൻ സാധിക്കുന്ന ആളുകൾക്ക് മാത്രമേ ആ സുദീർഘമായ പ്രസംഗത്തിൽ റസൂലുള്ള എന്തൊക്കെയാണ് പറഞ്ഞത് എന്നോർക്കാൻ സാധിക്കുകയുള്ളൂ. അത്രയേറെ കാര്യങ്ങൾ. ലാ തഖൂമുസ്സാഅ, അന്ത്യനാള് സംഭവിക്കയില്ല ഇന്നെന്റെ കാര്യങ്ങൾ സംഭവിച്ചിട്ടല്ലാതെ എന്നോരോന്നോരോന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ എണ്ണി പറഞ്ഞു. ഒന്നാമതായി പഠിപ്പിച്ചു, പ്രഭാതത്തിൽ മുഅ്മിനായ മനുഷ്യൻ പ്രദോഷത്തിൽ കാഫിറാകും.
പ്രദോഷത്തിൽ മുഅ്മിനായ മനുഷ്യൻ അടുത്ത പ്രഭാതത്തിൽ കാഫിറാകും. മാത്രമല്ല യബിയു അഹദക്കും ദീനഹു ബിഗറദിൻ ഖലീലിൻ മിനദ് ദുനിയ, ദുനിയാവിലെ നിസ്സാരമായ നേട്ടത്തിനു വേണ്ടി നിങ്ങളിൽ ഒരാൾ തന്റെ ദീനിനെ വിൽക്കാൻ തയ്യാറാകും. ആ പ്രസംഗത്തിൽ റസൂലുള്ളാഹി സൂചിപ്പിച്ചു, വസ്ത്രത്തിലെ തുന്നലുകൾ ദ്രവിക്കുന്ന പോലെ മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് ദീനില്ലാതായിത്തീരും. എത്രത്തോളം എന്ന് പറഞ്ഞാൽ എന്താണ് നമസ്കാരം, എന്താണ് ആരാധന എന്നതറിയാത്ത അവസ്ഥയിലേക്ക് അവൻ എത്തിച്ചേരും. വീണ്ടും ലോകത്ത് സംഭവിക്കാനിരിക്കുന്ന വരാനിരിക്കുന്ന സംഭവങ്ങളെ റസൂലുള്ളാഹി എണ്ണിപ്പറഞ്ഞു. അക്കൂട്ടത്തിൽ പറഞ്ഞു, ഹത്താ യമുറു റജുൽ ബിഖബ്രി റജുൽ വയഖൂൽ യാ ലൈതനി മകാന. നടന്നുപോകുന്ന സമയത്ത് ഒരു സഹോദരന്റെ ഖബർ കാണുമ്പോൾ ദുഃഖിതനായിക്കൊണ്ട് അവൻ പറയും, അവന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. തന്റെ ചുറ്റുപാടിലുമുള്ള തിന്മകൾ കണ്ടുകൊണ്ട്, ജീർണതകൾ കണ്ടുകൊണ്ട് മനസ്സ് വേദനിച്ച് ഈ കിടക്കുന്ന ഈ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്ന് മനുഷ്യൻ ആഗ്രഹിച്ചു പോകത്തക്ക നിലക്ക് ലൈംഗികമായ ജീർണതകൾ വ്യാപിച്ചുകൊണ്ട് റസൂലുള്ളാഹി പഠിപ്പിച്ചു, ലാ തഖൂമു സ്സാഅ ഹത്താ യതതാഫദു ഫിത്ത്വരീഖി തതാഫുദൽ ഹമീർ. വഴിയിൽ വെച്ച് കഴുതകൾ ഇണചേരുന്ന പോലെ ഉളുപ്പില്ലാതെ പൊതുവഴിയിൽ വെച്ച് പോലും മനുഷ്യൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടത്തക്ക വിധത്തിൽ ലോകത്ത് ജീർണതകൾ വ്യാപിക്കും. അങ്ങനെ തിന്മകൾക്ക് അംഗീകാരം ലഭിക്കുന്ന ഒരു സമൂഹത്തിലാണ് പടച്ചതമ്പുരാന്റെ ശിക്ഷ വരിക. ആ സമൂഹത്തിലാണ് അന്ത്യനാൾ സംഭവിക്കുക. അള്ളാഹുവിന്റെ പ്രവാചകൻ അടയാളങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞു. ഇതോരോന്നും നമ്മുടെ കൺമുമ്പിൽ പ്രകടമായി കൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ സത്യവിശ്വാസികൾക്ക് എന്താണ് ചെയ്യാനുള്ളത്? അള്ളാഹുവിന്റെ ദീനിനെ മുറുകെ പിടിച്ചുകൊണ്ട് ആ സത്യത്തോടുള്ള പ്രതിബദ്ധത വെച്ചു പുലർത്തുന്നതോടൊപ്പം തിന്മകൾക്കെതിരെയുള്ള പോരാട്ടത്തിന് തയ്യാറാകുക എന്നതാണ്. ആ ദൗത്യം നമ്മൾ നിർവഹിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായും അള്ളാഹുവിന്റെ ശിക്ഷയുണ്ടാകുമെന്നതാണ് ബനൂ ഇസ്രായേൽ സമൂഹത്തിന്റെ ചരിത്രം മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹു പഠിപ്പിക്കുന്നത്. സ്വന്തം ഭൗതിക ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന നഷ്ടങ്ങളെ ഭയന്നുകൊണ്ട് തിന്മകളെ തടുക്കുന്ന പ്രവർത്തനത്തിൽ നിന്ന് വിട്ടുനിന്ന ബനൂ ഇസ്രായേൽ സമൂഹത്തെ നശിപ്പിച്ച ചരിത്രം അള്ളാഹു ബോധ്യപ്പെടുത്തുകയാണ്. തെറ്റ് ചെയ്ത ആളുകളെ മാത്രമല്ല അള്ളാഹു അവിടെ ശിക്ഷിച്ചിട്ടുള്ളത്. അള്ളാഹു പഠിപ്പിച്ചത് വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്നല്ലദീന വലമൂ മിൻകും ഖാസ്സ. നിങ്ങളിൽ നിന്നുള്ള അക്രമികളായ ആളുകളെ മാത്രമല്ലാതെ ബാധിക്കുന്ന ഒരു ശിക്ഷയെക്കുറിച്ചുള്ള സൂക്ഷ്മത ബോധം നിങ്ങൾക്കുണ്ടാകണം. അള്ളാഹുവിന്റെ ശിക്ഷ വരുമ്പോൾ തെറ്റ് ചെയ്യുന്നവനെ മാത്രമല്ല അത് ബാധിക്കുക. ആ തിന്മകൾ കണ്ടുകൊണ്ട് മിണ്ടാതിരിക്കുന്ന, നന്മയെക്കുറിച്ചുള്ള ഉപദേശങ്ങൾ നടത്താത്ത, സത്യത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാത്ത, ഭൗതികമായ നഷ്ടങ്ങളെ ഭയന്നുകൊണ്ട് അവനവന്റേതായ ആ വാൽമീകത്തിനുള്ളിലേക്ക് ഒതുങ്ങിക്കൂടാൻ ശ്രമിക്കുന്ന മനുഷ്യൻ, അവൻ കൂടി ഈ ശിക്ഷക്ക് ബാധകമാകുമെന്ന് അള്ളാഹു താക്കീത് ചെയ്തതാണ്. അതുകൊണ്ട് റബ്ബിന്റെ കൽപ്പന, വൽ തകും മിൻകും ഉമ്മ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. നന്മയിലേക്ക് ക്ഷണിക്കുന്ന, തിന്മയെ വിരോധിക്കുന്ന ഒരു ജനത നിങ്ങളിൽ നിന്ന്, നിങ്ങളാൽ ഉണ്ടായിത്തീരണം എന്നുള്ളതാണ്. ആ ദൗത്യം നിറവേറ്റാൻ നമ്മൾ തയ്യാറല്ല എങ്കിൽ നമ്മെ നശിപ്പിച്ചുകൊണ്ട് ആ ദൗത്യം നിറവേറ്റുന്ന വിജയികളാകുന്ന ഒരു സമൂഹത്തെ അള്ളാഹു കൊണ്ടുവരും. അതുകൊണ്ട് സത്യവിശ്വാസികൾക്കുള്ള ബാധ്യത ഈ തിന്മകൾക്കെതിരെ പോരാടുകയും നന്മയിലേക്ക് ജനസമൂഹത്തെ ക്ഷണിക്കുകയും ചെയ്യുക എന്നതാണ്. ആ ദൗത്യം നിർവഹിക്കുന്ന സന്ദർഭത്തിൽ ഒന്നാമതായി അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കേണ്ടുന്ന കാര്യം എന്താണ് നമുക്ക് ജനങ്ങളോട് പറയാനുള്ളത് എന്നതാണ്. ഏതിലേക്കാണ് അടിസ്ഥാനപരമായി ക്ഷണിക്കാനുള്ളത് എന്നതാണ്. നേരത്തെ ഇവിടെ ഹ്രസ്വമായ വാക്കുകളിൽ സൂചിപ്പിച്ച പോലെ നിരവധി വരുന്ന പ്രസ്ഥാനങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്താണ് അജണ്ടകൾ, അതിന്റെ മുൻഗണനാ ക്രമങ്ങൾ എന്ത് എന്നതുപോലും അറിയാതെ മാറിക്കൊണ്ടിരിക്കുന്ന അജണ്ടകൾ സ്വീകരിച്ച് ലക്ഷ്യബോധം നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിലാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. എവിടെ വെച്ച് തുടങ്ങണം, ഏതിനാണ് മുൻഗണന കൽപ്പിക്കേണ്ടത്, അത് പഠിപ്പിച്ചു തരേണ്ടത് മനുഷ്യനെ സൃഷ്ടിച്ച, ലോകത്തെ സൃഷ്ടിച്ച പടച്ചതമ്പുരാനാണ്. അതുകൊണ്ട് വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുൻ. എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കുവിൻ, ഞാനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന് പഠിപ്പിച്ചുകൊണ്ടല്ലാതെ പ്രവാചകരെ താങ്കൾക്ക് മുമ്പും ഒരൊറ്റ നബിയെയും നാം നിയോഗിച്ചയച്ചിട്ടില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പഠിപ്പിക്കുകയാണ്. അപ്പൊ അടിസ്ഥാനപരമായി പ്രബോധനം ചെയ്യാനുള്ള, ഒന്നാമതായി പറയാനുള്ള കാര്യം അള്ളാഹുവിന് മാത്രമായിരിക്കണം ആരാധന എന്നതാണ്. ഇത് വിശുദ്ധ ഖുർആൻ നിരവധി സംഭവങ്ങളിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നതാണ്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നത് ഏത് കാരണത്തിന് വേണ്ടി?
സ്നേഹിക്കുന്ന ഉപ്പയുടെ മുഖത്ത് നോക്കി യാ അബത്തി ഇന്നി അഖാഫു അൻ യമസ്സക അദാബു മിനർ റഹ്മാൻ ഫതകൂന ലിശൈത്വാനി വലിയ. കാരുണ്യവാനായ നാഥന്റെ ശിക്ഷക്ക് അങ്ങ് വിധേയമായിത്തീരുന്നതും അങ്ങ് പിശാചിന്റെ കൂട്ടുകാരനായിത്തീരുന്നതും ഞാൻ ഭയപ്പെടുന്നു പൊന്നുപ്പ എന്ന് പറഞ്ഞുകൊണ്ട് ഉപ്പയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് യൗവന ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെ ഭൗതികമായ നഷ്ടങ്ങളെക്കുറിച്ച് ലാഭേച്ഛകളെക്കുറിച്ച് ചിന്തിക്കാതെ ഉപ്പയുടെ മുഖത്ത് നോക്കി സത്യം വെട്ടിത്തുറന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാം ഇറങ്ങിപ്പോരുകയാണ്. പരീക്ഷണങ്ങളെ നേരിടാൻ തയ്യാറാകും. മലയാളത്തിൽ ആലങ്കാരികമായി ഉപയോഗിക്കുന്ന പദപ്രയോഗമായ അഗ്നിപരീക്ഷണങ്ങളെ ജീവിതത്തിൽ നേരിടേണ്ടി വരും. എന്തിനു വേണ്ടി? ഈ വിഷയം പറഞ്ഞതിന്റെ പേരിൽ. എന്തായിരിക്കണം ഒരു മനുഷ്യൻ ഒന്നാമതായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടത്? അള്ളാഹു അത് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. സൂറത്ത് യൂസുഫിൽ മഹാനായ യൂസുഫ് അലൈഹിസ്സലാമിന്റെ കൂടെ ജയിലിൽ കഴിഞ്ഞിരുന്ന 2 ചെറുപ്പക്കാർ സ്വപ്ന വ്യാഖ്യാനത്തെ സംബന്ധിച്ച് അദ്ദേഹത്തോട് ചോദിക്കുന്ന സന്ദർഭം നമുക്ക് കാണാം. തങ്ങൾ കണ്ട സ്വപ്നങ്ങളുടെ വിശദീകരണം കൂടെ ജയിലിൽ കഴിഞ്ഞ യൂസുഫ് അലൈഹിസ്സലാമിനോട് അവർ ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിന് നൽകുന്ന മറുപടി എന്താണ്? അദ്ദേഹം സ്വപ്നത്തിന്റെ വ്യാഖ്യാനമല്ല, ദാലികുമാ മിമ്മാ അല്ലമനി റബ്ബി, അത് ആ 2 സ്വപ്നങ്ങളുടെയും വ്യാഖ്യാനം എന്റെ റബ്ബാണ് എനിക്ക് പഠിപ്പിച്ചത്. ഏത് റബ്ബ്? പൂർവ്വപിതാക്കൾ ഇബ്രാഹിം, ഇസ്മായിൽ, ഇസ്ഹാഖ്, അവരുടെ എല്ലാം ഇലാഹായ ഏകനായ ഇലാഹ് അവനാണ് എനിക്കത് പഠിപ്പിച്ചു തന്നത്. എന്നിട്ട് യൂസുഫ് അലൈഹിസ്സലാം ചോദിക്കുന്ന ചോദ്യം അർബാബുൻ മുതഫരിഖൂന ഖൈർ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ, വ്യത്യസ്തങ്ങളായ ഒരുപാട് റബ്ബുമാരാണോ നല്ലത്, അതല്ല എല്ലാം അടക്കി ഭരിക്കുന്ന ഏകനായ ഒരൊറ്റനാഥനാണോ, ഒരു റബ്ബാണോ നല്ലത്? ആ ചോദ്യം ചോദിച്ചുകൊണ്ട് അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുത്ത ശേഷമാണ് അവരുടെ സ്വപ്നത്തിന്റെ വിശദീകരണം യൂസുഫ് അലൈഹിസ്സലാം നൽകുന്നത്. ലഭിക്കുന്ന അവസരത്തെ ഉപയോഗപ്പെടുത്തി തൗഹീദ് പഠിപ്പിക്കാൻ തയ്യാറാകണമെന്നതാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. ഒന്നാമതായും പ്രഥമമായും പ്രധാനമായും ഒരു പ്രബോധകന് ജനങ്ങളോട് മുമ്പിൽ അവതരിപ്പിക്കാനുള്ള വിഷയം നാഥനു മാത്രമുള്ള പ്രാർത്ഥനയുടെ ആരാധനയുടെ വിഷയമാണ്. അത് പറയുന്നതോടൊപ്പം ഇത് ജീവിതത്തിൽ അവനവന്റെ ഉത്തരവാദിത്തമായി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. മറ്റുള്ളവരെ നന്നാക്കുക എന്നതല്ല. ദഅവത്തിന്റെ ലക്ഷ്യം നാട് നന്നാക്കുക എന്നുള്ളതല്ല, അതൊരു ഉപലക്ഷ്യം മാത്രമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കപ്പലിൽ സഞ്ചരിക്കുന്ന യാത്രക്കാരുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവം പലപ്പോഴും നമ്മൾ കേട്ടു മനസ്സിലാക്കിയതാണ്. അവിടെ താഴെത്തട്ടിൽ സഞ്ചരിക്കുന്ന ആളുകൾ താഴ്ഭാഗത്തുള്ള വെള്ളം മുകളിൽ ചെന്നുകൊണ്ട് എടുക്കുന്നത് പ്രയാസമായി തീർന്ന സന്ദർഭത്തിൽ കപ്പലിന് സുഷിരമുണ്ടാക്കാൻ ശ്രമിക്കുന്നു. അവരെ തടയുന്ന ആളുകൾ, ആ സുഷിരമുണ്ടാക്കുന്നതിൽ നിന്ന് തടയുന്ന സഹയാത്രികർ, എന്താണ് അവരെ പ്രേരിപ്പിക്കുന്ന വികാരം? ഇവർ സുഷിരമുണ്ടാക്കിയാൽ തങ്ങൾ നശിക്കും എന്നുള്ള ഭയമാണ്. ലോകത്ത് മനുഷ്യൻ തിന്മകളും അക്രമങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ആ പ്രവർത്തനം വഴി താൻ നശിക്കും, അത് തന്റെ നാശത്തിന് കാരണമാകും എന്ന ഭയമാണ് ഒരു പ്രബോധകനെ നന്മയിലേക്കുള്ള ക്ഷണത്തിനു വേണ്ടി പ്രേരിപ്പിക്കുന്നത്. ഒരു സമൂഹത്തിൽ തിന്മകളും ജീർണതകളും ശക്തമായി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ശിക്ഷ വരും. ആ ശിക്ഷ വരുമ്പോൾ ഞാൻ കൂടി അതിന് വിധേയമായി തീരും. അതുകൊണ്ട് എന്നെ രക്ഷപ്പെടുത്തണമെങ്കിൽ ഈ ഉത്തരവാദിത്തം ഞാൻ നിർവഹിക്കണം. അതാണ് അടിസ്ഥാനപരമായി ഇതിനെ നമ്മെ പ്രേരിപ്പിക്കേണ്ടത്. അത് ചെയ്യുമ്പോൾ സ്വാഭാവികമായി അതിന്റെ ഉപലക്ഷ്യങ്ങളായിക്കൊണ്ട് സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിത്തീരും. ഏതുപോലെ നമ്മൾ വസ്ത്രം അലക്കുന്ന പോലെ രാവിലെ എടുത്ത് ധരിച്ച വസ്ത്രം വൈകുന്നേരമാകുമ്പോഴോ സ്വാഭാവികമായി മുഷിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാകും. അതെടുത്തുകൊണ്ട് ഒരു ബക്കറ്റിലിട്ട് വെള്ളമൊഴിച്ച് സോപ്പ് പൊടി ചേർത്ത് ഒരു കല്ലിൽ അല്ലെങ്കിൽ ഒരു പരിപരുത്ത പ്രതലത്തിൽ അടിച്ചുകൊണ്ട് നമ്മൾ അതിൽ അഴുക്ക് കളയുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ കൈയും ആ പ്രതലവും ആ ചുറ്റുപാടുകളും ഒക്കെ ഭംഗിയും വൃത്തിയുമായി തീരും. പക്ഷേ നമ്മൾ നമ്മുടെ കൈ വെളുക്കാൻ വേണ്ടിയല്ല വസ്ത്രം അലക്കിയത്, കല്ല് വെളുക്കാൻ വേണ്ടിയല്ല, വസ്ത്രത്തിൽ അഴുക്ക് നീക്കാൻ വേണ്ടിയാണ്. നമ്മെ രക്ഷപ്പെടുത്തുക എന്ന ദഅവത്ത് പ്രവർത്തനത്തിൽ നമ്മൾ വ്യാപൃതമാകുമ്പോൾ നമ്മൾ നന്നാകുന്നതോടൊപ്പം സ്വാഭാവികമായി നമ്മുടെ ഭാര്യ നന്നാകും, നമ്മുടെ മക്കൾ നന്നാകും, നമ്മുടെ അയൽക്കാരൻ നന്നാകും, തൊട്ടടുത്ത കസേരയിലിരുന്ന് ജോലി ചെയ്യുന്ന സഹപ്രവർത്തകൻ നന്നാകും, നമ്മുമായി ബന്ധപ്പെടുന്ന കച്ചവടത്തിലെ ബിസിനസ്സിലെ ഷെയർ ഹോൾഡർ നന്നാകും. കാരണം ഇതിന്റെ വെളിച്ചം, ഈ നന്മയുടെ പ്രകാശം അവനിലേക്ക് കൂടി എത്തിച്ചേരും. അതതിന്റെ ഉപലക്ഷ്യമാണ്. ഇതോടൊപ്പം തന്നെ നമ്മിൽ ഉണ്ടാകേണ്ടുന്ന ചില സ്വഭാവ ഗുണങ്ങളെ കുറിച്ച് പടച്ചതമ്പുരാൻ പഠിപ്പിക്കുന്നുണ്ട്. എന്തായിരിക്കണം ഇതിന്റെ പ്രേരകമായിട്ടുള്ളത്? ഒന്നാമതാൽ ഈമാനാകണം. അള്ളാഹുവിലുള്ള വിശ്വാസം, പടച്ചതമ്പുരാനിലുള്ള അടിയുറച്ച വിശ്വാസം.
തവക്കുലിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും തവക്കുൽ എന്ന് പറയുന്നത് ഒരു തിരിച്ചറിവിന്റെ ചിഹ്നം മാത്രമായി കൊണ്ടിരിക്കുകയാണ്. ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഓം നമ ശിവായ എന്ന് ബോർഡ് കണ്ടാൽ നമ്മൾ മനസ്സിലാക്കും അതൊരു ഹിന്ദുവിന്റെ വീടാണ്. എന്നിൽ വിശ്വാസമർപ്പിച്ചവൻ രക്ഷപ്രാപിച്ചിരിക്കുന്നു എന്നാണ് കാണുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കും അതൊരു ക്രിസ്ത്യാനിയുടെ വീടാണ്. തവക്കൽതു അലല്ലാ എന്ന ബോർഡാണ് കാണുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കും അതൊരു മുസൽമാന്റെ വീടാണ്. വാഹനവും അങ്ങനെ തന്നെ. ആ നിലക്കുള്ള ഒരു തിരിച്ചറിവിന്റെ ചിഹ്നം മാത്രമാണ്. പക്ഷേ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ സ്ഥൈര്യവും ധൈര്യവും നൽകുന്ന, ഏതു പ്രതിസന്ധി ഘട്ടങ്ങളിലും പിടിച്ചു നിൽക്കാനുള്ള കരുത്തവന് നൽകുന്ന റബ്ബിലുള്ള വിശ്വാസം, അത് ഒരു മാധുര്യമായി ഒരു പ്രബോധകരെ സംബന്ധിച്ചിടത്തോളം അനുഭവപ്പെടണം. ഖുർആനിൽ 2 സന്ദർഭങ്ങൾ പ്രത്യേകിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാം. ഒന്ന്, മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ കരളിന്റെ കഷ്ണം പോലെ സ്നേഹിക്കുന്ന പൊന്നോമനെയും തന്റെ പ്രിയ പത്നിയെയും വിജനമായ മരുഭൂമിയിൽ ഉപേക്ഷിച്ചു പോകുന്ന ഘട്ടം. ആ വിജനമായ മണലാരണ്യത്തിൽ കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോകുന്ന ഘട്ടത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാം നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. റബ്ബനാ ഇന്നി അസ്കന്തു മിൻ ദുർരിയ്യതി ബിവാദിൻ ഗൈരി ദീ സർ ഇൻദ ബൈതികൽ മുഹറം റബ്ബനാ ലിയുഖീമുസ് സ്വലാത്ത് വജ്അൽ അഫ്ഇദതം മിനൻ നാസി തഹ്വി ഇലൈഹിം വർസുഖ്ഹും മിനസ് സമറാത്തി ലഅല്ലഹും യഷ്കുറൂൻ. ഞങ്ങളുടെ നാഥ, എന്റെ ഈ സന്താനത്തെ ഞാനിതാ പാർപ്പിച്ചിരിക്കുന്നു യാതൊരു പച്ചപ്പുമില്ലാത്ത നിന്റെ ഈ താഴ്വാരത്തിൽ, നിന്റെ പരിശുദ്ധ ഭവനത്തിനടുക്കൽ. എന്തിനു വേണ്ടി നാഥ? അവർ നിനക്ക് ആരാധന നമസ്കാരം നിർവഹിക്കുന്നവരായി തീരാൻ. അതുകൊണ്ട് ഇതിലെ പോകുന്ന ആളുകളുടെ മനസ്സിൽ നീ ഇവരോട് അലിവുണ്ടാക്കണമേ. ജനവാസമില്ലാത്ത ആ വിജനസ്ഥലത്ത്, പച്ചപ്പിന്റെ യാതൊരംശവുമില്ലാത്ത വിജനസ്ഥലത്ത് ഉപേക്ഷിച്ചു പോകുമ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം നടത്തുന്ന തവക്കുലിന്റെ പ്രാർത്ഥനയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് കടന്നുപോകുന്ന സാർത്ഥവാഹക സംഘങ്ങളുടെ ശ്രദ്ധയിൽ ഹാജർ എന്ന സ്ത്രീയും പിഞ്ചുകുഞ്ഞും പെടുകയും ആ ഇസ്മായിൽ എന്ന പിഞ്ചുകുഞ്ഞ് കാലിട്ടടിച്ചിടത്ത് രൂപം കൊണ്ട സംസം എന്ന നീരുറവ ഒരു പുതിയ പച്ചപ്പിന്റെ നാഗരികതയുടെ കാരണമായി തീരുകയും ഹാജർ റളിയല്ലാഹു തആല അൻഹായുടെ ആ കുടിലിന് ചുറ്റിലും കുടിലുകൾ രൂപപ്പെടുകയും അറബികളുടെ മാതാവ് എന്ന ചരിത്രത്തിന്റെ ഗതി നിർണയിക്കുന്ന സ്ഥാനത്തേക്ക് ഉയരാൻ ആ ഒരു അടിമ വർഗത്തിൽപ്പെട്ടിരുന്ന സ്ത്രീക്ക് വിശ്വാസത്തിന്റെ തിളക്കം കൊണ്ട് സാധ്യമായി തീർന്ന സംഭവമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം നടത്തുന്ന തവക്കുലിന്റെ യഥാർത്ഥമായ സന്ദേശമാണ് ആ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. രണ്ടാമത്തെ മറ്റൊരു സംഭവം, മുഹമ്മദിന്റെ തലയെടുക്കുന്ന ആൾക്ക് 100 ഒട്ടകം ഇനാമെന്ന് അബൂ സുഫിയാൻ പ്രഖ്യാപിച്ച സന്ദർഭത്തിൽ ഉരുപ്പിടിച്ച വാളുമായി കൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയെടുക്കാൻ വേണ്ടി പുറപ്പെട്ട ശത്രുക്കൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സൗറ ഗുഹയിൽ ഒളിച്ചിരിക്കുന്ന സമയത്ത് അവരുടെ കാൽപെരുമാറ്റം ഗുഹാമുഖത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന നിമിഷം കുനിഞ്ഞു നോക്കിയാൽ പ്രവാചകനെ കാണാൻ അവർക്ക് സാധിക്കും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദുഃഖിതനായിക്കൊണ്ട് കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്ന സന്ദർഭം. ആ സംഭവത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അള്ളാഹു വിശദീകരിക്കുന്നു, ഇത് ഖാല ലി സ്വാഹിബിഹി. ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റസൂൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ആശ്വസിപ്പിക്കുകയാണ്. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അബൂബക്കർ, താങ്കൾ ദുഃഖിക്കരുത്. ഇന്നല്ലാഹ മഅനാ, അള്ളാഹു നമ്മോടൊപ്പമുണ്ട്. ഇന്നല്ലാഹ മഅനാ എന്നതാണ് തവക്കുലിന്റെ അടിസ്ഥാന ആശയം. അത് ജീവിതത്തിൽ നമുക്ക് ഹൃദയത്തിലേറ്റാൻ സാധ്യമായി തീർന്നാൽ ഏതു പ്രതിസന്ധിയെയും മനോധൈര്യത്തോടുകൂടി നേരിടാൻ സാധിക്കും. ആ ഈമാനിന്റെ മാധുര്യം എന്റെ റബ്ബായിക്കൊണ്ട് അല്ലാഹു ഉണ്ട്. കയറ്റങ്ങളും ഇറക്കങ്ങളും സന്തോഷങ്ങളും സന്താപങ്ങളുമുള്ള ജീവിതയാത്രയിൽ ഏത് സന്ദർഭത്തിലും എന്നെ രക്ഷപ്പെടുത്താൻ അല്ലാഹു ഉണ്ട്. കത്തിജ്വലിക്കുന്ന അഗ്നിയെ തണുപ്പാക്കി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ സഹായിച്ച നാഥനാണ് എന്റേത്. യൂനുസ് അലൈഹിസ്സലാമിനെ മത്സ്യവയറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയവനാണ് എന്റെ റബ്ബ്. മൂസാ അലൈഹിസ്സലാമിനെ മദിയനിലെ മരുഭൂമിയിൽ സഹായിച്ചവനാകുന്നു എന്റെ റബ്ബ്. അയ്യൂബ് അലൈഹിസ്സലാമിന്റെ രോഗം സുഖപ്പെടുത്തി കൊടുത്തവനാകുന്നു എന്റെ റബ്ബ്. വിരലിലെണ്ണാവുന്ന അനുയായികളെ കൊണ്ട് ബദറിന്റെ രണഭൂമിയിൽ ശത്രുക്കളെ അമ്പെ പരാജയപ്പെടുത്താൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ചവനാകുന്നു എന്റെ റബ്ബ്. ആ റബ്ബിലാണ് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ഈമാനിന്റെ മാധുര്യം അത് നുകരുന്നതോടൊപ്പം രണ്ടാമതായി നമ്മളിൽ ഉണ്ടാകേണ്ടത് അമലു സ്വാലിഹാത്താണ്. പ്രവർത്തിക്കാനുള്ള സന്നദ്ധത, സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള സന്നദ്ധത, ഈമാനിൽ നിന്ന് ഉത്ഭൂതമാകുന്ന കർമ്മങ്ങൾ.
ആ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതോടൊപ്പം ആ കർമ്മങ്ങളെക്കുറിച്ച് മറ്റുള്ളവരെ ഉത്ബുദ്ധമാക്കുകയും ചെയ്യുക. നന്മ കൊണ്ടുള്ള ഉപദേശങ്ങൾ പരസ്പരം നടത്തുക. എന്തിനു വേണ്ടി? രക്ഷപ്പെടുത്താൻ വേണ്ടി. സ്നേഹം കൊണ്ട് നാളെ പരലോകത്ത് പടച്ച തമ്പുരാൻ ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ സ്വർഗത്തിൽ എന്റെ ഭാര്യ ഉണ്ടാകണം, ആ സ്വർഗത്തിൽ എന്റെ മക്കളുണ്ടാകണം, ആ സ്വർഗത്തിൽ എന്റെ അയൽക്കാരനുണ്ടാകണം, എന്റെ ബിസിനസ് ഷെയർ ഹോൾഡർ ഉണ്ടാകണം, എന്റെ സുഹൃത്തുണ്ടാകണം. എങ്കിൽ ഈ മനസ്സിലായ സന്ദേശം ഞാൻ അവനെ പഠിപ്പിച്ചു കൊടുക്കണം. ദീനില്ലാത്തവനാണ് അവനെങ്കിൽ ദീനിന്റെ ആശയങ്ങൾ അവന്റെ ഹൃദയത്തിലേക്ക് പകർന്നു കൊടുക്കേണ്ടുന്ന ഉത്തരവാദിത്തം എനിക്കാണുള്ളത്. അത് നടത്താൻ ഒരു പ്രസംഗകനല്ലാത്തത് കൊണ്ട് എനിക്ക് സാധിക്കില്ല എങ്കിൽ തീർച്ചയായും പ്രസംഗിച്ചവരുടെ സീഡികളുണ്ട്, എഴുതി വെച്ചവരുടെ പുസ്തകങ്ങളുണ്ട്. അത് നൽകാൻ എനിക്ക് സാധ്യമായി തീരും. ഹിദായത്തിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് മാത്രം നൽകാൻ സാധിക്കുന്നതാണ് അത് എന്നത് റബ്ബ് തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണ്. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിൻ അല്ലാഹ യഹ്ദീ മൻ യശാ. ജീവിത പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആശ്രയവും അഭയവും തണലും നൽകിയിരുന്ന പിതൃവ്യൻ അബൂ താലിബിന്റെ രോഗശയ്യക്ക് സമീപത്ത് നിന്നുകൊണ്ട് യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രതീക്ഷാ നിർഭരമായ മനസ്സോടുകൂടി ആവശ്യപ്പെട്ട മഹാനായ റസൂലുള്ളയോടാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. പ്രവാചകരെ, അങ്ങേക്ക് കഴിയില്ല ഇഷ്ടപ്പെട്ട ആളെ ഹിദായത്തിലാക്കാൻ. അള്ളാഹു ആകുന്നത് നൽകുന്നത്. പക്ഷേ നമുക്ക് സാധിച്ചില്ലെങ്കിലും ഒരു കാരണമായി തീരാൻ നമുക്ക് സാധ്യമായി തീരും. ദീൻ എന്തെന്ന് ഉൾക്കൊള്ളാൻ തയ്യാറില്ലാത്ത ഒരു മനുഷ്യന് ആ ദീന് പഠിക്കാനുള്ള ഒരു അവസരം ഒരുക്കാൻ അതൊരു പക്ഷേ നമ്മൾ നൽകുന്ന ഒരു പുസ്തകമാകാം, ഒരു CD ആകാം, 5 മിനിറ്റ് നേരത്തെ ഹൃദയം തുറന്നുള്ള സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു ചർച്ചയാകാം, ഒരു സംവാദത്തിലേക്കുള്ള ക്ഷണമാകാം, ഒരു ഖുതുബ കേൾക്കാനുള്ള ക്ഷണമാകാം. ആ നിലക്കുള്ള കാരണങ്ങൾ നമ്മളുമായി ബന്ധപ്പെടുന്ന ആളുകൾ സൃഷ്ടിച്ചതിന്റെ പേരിലാണല്ലോ നമ്മൾ ഇവിടെ എത്തിച്ചേർന്നത്. മുജാഹിദായി ജനിച്ചു വളർന്നവരല്ല നമ്മളിൽ ബഹുഭൂരിഭാഗം ആളുകളും. അപ്രതീക്ഷിതമായി കേട്ട ഒരു ഖുതുബ, അപ്രതീക്ഷിതമായി കേട്ട ഒരു പൊതുപ്രസംഗം, അപ്രതീക്ഷിതമായി കയ്യിൽ വന്നു കിട്ടിയ ഒരു കാസറ്റ്, ഇതൊക്കെയാണല്ലോ തീർച്ചയായും നമ്മെ ഇതിലേക്ക് എത്തിച്ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് അനിവാര്യമായി നമ്മളിൽ ഉണ്ടാകേണ്ടുന്ന ഗുണം കിട്ടിയത് മറ്റുള്ളവർക്കും കൊടുക്കാൻ തയ്യാറാകുക എന്നുള്ളത്. നന്മയുടെ ഉപദേശം നടത്തുക. അങ്ങനെ നടത്തുമ്പോൾ സ്വാഭാവികമായി നഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ നേരിടേണ്ടി വരും. വിമർശിക്കുന്നവരുണ്ടാകും, പരിഹസിക്കുന്നവരുണ്ടാകും. കഴിഞ്ഞ തിന്മയുടെ ആ ഭൗതികമായ കഴിഞ്ഞ കാല ജീവിതത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി പരിഹസിക്കുന്നവരുണ്ടാകും. ഇപ്പോഴല്ലേ വലിയ മുത്തക്കിയായത്, പണ്ടെങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞു പരിഹസിക്കുന്നവരുണ്ടാകും. എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും സാധ്യമാകണം. ഈ 4 കാര്യങ്ങൾ ഒരാളിൽ 2 രൂപത്തിലും സ്വാധീനം ചെലുത്തേണ്ടുന്ന കാര്യങ്ങളായിട്ടാണ് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സൂറത്തു അസ്ർ എന്നും കേൾക്കുമ്പോൾ വല്ലസ്ർ പള്ളിയിൽ വെച്ചൊരു ഇമാം ഓതി വെച്ചാൽ എന്താ പറയാൻ പോകുന്നത് എന്ന് മുൻധാരണയോടുകൂടിയാണ് നമ്മൾ ഇരിക്കാറുള്ളത്. പക്ഷെ അവിടെ പറഞ്ഞ 4 കാര്യങ്ങൾ തമ്മിലുള്ള ഏറ്റവും അടുത്തൊരു ബന്ധം, ഇല്ലല്ലദീന ആമനു എന്ന് പറഞ്ഞ ഒന്നാമത് പറഞ്ഞ ഈമാൻ. ആ ഈമാൻ ഉണ്ടാകുന്നതോടൊപ്പം അനിവാര്യമായി അതിന്റെ ഉപോത്ബലകമായി ഉണ്ടാകേണ്ടുന്ന അമലു സ്വാലിഹാത്ത്, ആ അമലുകൾ ചെയ്യുന്നതോടൊപ്പം തവാസൗ ബിൽ ഹഖ്, നന്മ കൊണ്ടുള്ള ഉപദേശം, ആ ഉപദേശം നിർവഹിക്കുന്നതോടൊപ്പം തവാസൗ ബിസ് സബ്ർ, ക്ഷമ കൊണ്ടുള്ള പരസ്പരം ഉപദേശം. ഒരാൾക്ക് ക്ഷമിക്കാൻ കഴിയില്ല എങ്കിൽ ഒരാൾക്ക് ഉപദേശിക്കാൻ കഴിയില്ല. ഉപദേശിക്കാത്ത ഒരാളിൽ അമല് നിലനിൽക്കില്ല, അമല് നിലനിൽക്കാത്ത ഒരാളിൽ ഈമാനിന്റെ നിലനിൽപ്പുണ്ടാകില്ല. അതുകൊണ്ട് പരസ്പര ബന്ധിതമായ 4 കാര്യങ്ങളാണ് ഈ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്. ഒരു പ്രബോധകനിൽ അനിവാര്യമായി ഉണ്ടാകേണ്ടുന്ന 4 കാര്യങ്ങൾ. അതോടൊപ്പം നമ്മെ ഈ കാര്യത്തിന് പ്രേരിപ്പിക്കുന്നത് എന്താണ്? സമൂഹത്തോടുള്ള സ്നേഹമാണ്. ആളുകൾ ഈ സത്യം മനസ്സിലാക്കണം, രക്ഷപ്പെടണം. ഏറ്റവും അപകടകരമായ, ഏറ്റവും അടുത്തു നിൽക്കുന്ന ഒരു രംഗം എനിക്കും നിങ്ങൾക്കും വരാനിരിക്കുന്നു. ജീവിതത്തെക്കുറിച്ച് പലപ്പോഴും അത് തിരിച്ചറിയാൻ നമുക്ക് സാധ്യമായി തീരാറില്ല. നിന്നോട് ഏറ്റവും അടുത്തത് ആരെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമ്മൾ പറയും ഭാര്യയാണ്, അല്ലെങ്കിൽ പറയും മക്കളാണ്, അല്ലെങ്കിൽ പറയും കാലിൽ അണിഞ്ഞിരിക്കുന്ന ചെരുപ്പാണ്, അതിന്റെ വാറ് എന്റെ കാലിനെ സ്പർശിച്ച് നിൽക്കുന്നതാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സഹാബത്തിനെ മുന്നിലിരുത്തിക്കൊണ്ട് പഠിപ്പിച്ചത് അൽ ജന്നത്തു അഖറബു ഇലാ അഹദിക്കും മിൻ ശിറാകിൻ അലിഹി വന്നാറു മിസ്ല ദാലിക്. സ്വർഗം ചെരുപ്പിന്റെ വാറിനേക്കാൾ നിങ്ങളോട് അടുത്തിരിക്കുന്നതാണ്. നരകവും അങ്ങനെ തന്നെ. കാലിൽ അണിഞ്ഞിരിക്കുന്ന ചെരുപ്പിന്റെ വാറിനേക്കാൾ തൊട്ടടുത്താകുന്നു സ്വർഗമുള്ളത്, അതുപോലെ തന്നെ നരകവും ഉള്ളത്. നമ്മുടെ പ്രവർത്തനം എന്താണോ അതാണ് ഇതിലേതാണ് നമ്മുടേത് എന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്? ഒരല്പമാലോചന. അനുഭവങ്ങൾ ഒരുപാട് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, ഒരുപാട് അനുഭവങ്ങൾ. രാവിലെ വസ്ത്രം മാറ്റാൻ വേണ്ടി, ജോലിക്ക് പുറപ്പെടാൻ വേണ്ടി ഷർട്ടെടുത്ത് ധരിക്കുന്ന സഹോദരൻ 1ാമത്തെ ബട്ടണിട്ട് 2ാമത്തെ ബട്ടണിടാൻ ശ്രമിക്കുന്ന സമയത്താണ് കുഴഞ്ഞു വീണ് മരിച്ചു പോയത്.
നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും കുറഞ്ഞൊരകലമാണ് ഒന്നാമത്തെ ബട്ടൺ ഹോളിൽ നിന്ന് രണ്ടാമത്തെ ബട്ടൺ ഹോളിലേക്കുള്ള അകലം. പക്ഷേ അതിനേക്കാൾ കുറഞ്ഞ അകലമാണ് ഞാനും നിങ്ങളും മരണവുമായുള്ളത് എന്നതാണ് ഈ അനുഭവം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പട്ടാളത്തിൽ ജോലി ചെയ്യുന്ന സഹോദരൻ ഭാര്യയ്ക്ക് ഫോൺ ചെയ്യുന്നു, 29-ാം തീയതി ഞാൻ എത്തിച്ചേരും, ജനുവരി 29-ന് വരും, ഒരു വെള്ള തുണി വാങ്ങി വെക്കണം, പള്ളിയിൽ പോകുമ്പോൾ എടുക്കാൻ വേണ്ടി, ജമാഅത്തിന് പോകുമ്പോൾ ധരിക്കാൻ വേണ്ടി. 29-ാം തീയതി ഭാര്യയും ഉമ്മയും ഒക്കെ ചേർന്ന് പലഹാരങ്ങൾ തയ്യാറാക്കി വെക്കുമ്പോഴാണ് തൊട്ടടുത്ത വീട്ടിലേക്ക് ഫോൺ കോൾ വരുന്നത്. വീട്ടിലേക്കുള്ള യാത്രക്കിടയിൽ ഡൽഹിക്ക് സമീപത്ത് വെച്ച് ഒരു സ്ഥലത്ത് വെച്ച് റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി നിർത്തിയ സമയത്തൊന്ന് മുഖം കഴുകാൻ വേണ്ടി പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി തിരിച്ചു കയറാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് ട്രെയിൻ എടുത്തു. ആ ധൃതി പിടിച്ചുള്ള കയറ്റത്തിനിടയിൽ തെറിച്ചു വീണു, ട്രാക്കിൽ വീണ് രക്തം വാർന്ന് മരിച്ചുപോയി. കൃത്യമായി 29-ാം തീയതി എത്തിച്ചേരുന്നു. വരുമെന്ന് പറഞ്ഞ ഭർത്താവല്ല, മയ്യത്താണ്. കൃത്യമായി ധരിക്കുന്നു. പള്ളിയിൽ പോകുമ്പോൾ ജമാഅത്തിന് പോകാൻ വേണ്ടി ഭാര്യ വാങ്ങിവെച്ചിരുന്ന വസ്ത്രം, പക്ഷെ ജമാഅത്തിന് പോകുമ്പോഴല്ല, മയ്യത്തിനെ പുതപ്പിക്കുന്നതിന് വേണ്ടി. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതാനുഭവങ്ങളാണ് ഈ അനുഭവങ്ങൾ ജീവിതത്തിൽ നമ്മളെ പാഠങ്ങൾ പഠിപ്പിക്കേണ്ടതുണ്ട്. ചുമരിൽ തൂങ്ങിയിരിക്കുന്ന ഘടികാരത്തിലെ ഓരോ സൂചി, ആ സൂചി ഓരോ സെക്കൻഡും ടിക് ടിക് ശബ്ദത്തോടുകൂടി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ ജീവിതത്തിലെ നിമിഷങ്ങളാണ് കൊഴിഞ്ഞു പോയിരിക്കുന്നത്. താടി രോമങ്ങളിലും മുടിയിലും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന വെളുത്ത രോമങ്ങൾ ചില സൂചനകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന തിരിച്ചറിവ് നമുക്ക് സ്വായത്തമാക്കാൻ സാധിക്കണം. അവിടെയാണ് പ്രവർത്തനത്തിനുള്ള ഊർജം നമുക്ക് സമാഹരിക്കാൻ സാധിക്കുക. നാളെ 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 എന്ന് പറയുന്ന ലോട്ടറിക്കാരന്റെ സന്ദേശമല്ല, ഇന്നുകളിൽ ജീവിക്കുകയും ഇന്നിലെ ഓരോ സെക്കൻഡിനെയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യേണ്ടുന്നവരാണ് നമ്മൾ. കാരണം നാട്ടിൽ ചെല്ലുമ്പോൾ പള്ളിപ്പറമ്പിലേക്ക് കയറി ചെന്നാൽ ആ പള്ളിപ്പറമ്പ് നമുക്ക് ഒരുപാട് ഓർമ്മകൾ നൽകുന്നുണ്ട്. LP സ്കൂൾ മുതൽ ഒന്നിച്ചിരുന്നു കൊണ്ട് ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചിരുന്നവനും, നമ്മുടെ കൂടെ നാട്ടിൽ സംഘടനയിൽ ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്നവരും, ഒന്നിച്ച് കളി തമാശകൾ പറഞ്ഞിരുന്നവരും, സ്കൂൾ ഗ്രൗണ്ടിൽ ഒന്നിച്ച് കളിച്ചിരുന്നവരും ഒക്കെ അവരെ സംബന്ധിക്കുന്ന ഓർമ്മകൾ ആ പള്ളിപ്പറമ്പുകൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു നമ്മെ പരീക്ഷിക്കുന്നതിന് വേണ്ടി ഒരല്പകാലം നമുക്ക് നീട്ടിത്തന്നു. അതുകൊണ്ട് തന്നെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ നമ്മളൊരല്പം ധൃതി കാണിക്കേണ്ടതുണ്ട്. ഈ ക്ലാസ്സിലേക്ക് വരാൻ വേണ്ടി നമ്മുടെ ഫ്ളാറ്റിൽ നിന്ന്, നമ്മുടെ താമസ സ്ഥലത്ത് നമ്മൾ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ, തിരക്ക് പിടിച്ച റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചപ്പോൾ ഒരു വാഹനം വരുന്നു എന്ന് കണ്ടപ്പോൾ മാറി നിന്ന് നമ്മൾ തൊട്ടടുത്ത വാഹനം അല്പം അകലെയാണ് എന്ന് കണ്ടപ്പോൾ ധൃതി പിടിച്ചാണ് ഇക്കരെ കടന്നിട്ടുള്ളത്. ജീവിതം അങ്ങനെയാണ്. ജീവിതമാകുന്ന നാഷണൽ ഹൈവേയുടെ ഓരത്താണ് ഞാനും നിങ്ങളും നിന്നുകൊണ്ടിരിക്കുന്നത്. ഭൗതിക ഉത്തരവാദിത്തമാകുന്ന തിരക്കുകൾ, വാഹനങ്ങൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി അക്കരെ കടക്കുക, ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നതാകണം നമ്മുടെ ജീവിതത്തിന്റെ ദൗത്യം. ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടിയുള്ള അധ്വാനത്തിനിടയിൽ സ്വന്തത്തിന്റെ കാര്യം പലപ്പോഴും നമ്മൾ മറന്നുപോകുന്നു. ഇന്ന് നേരം പുലർന്ന് സുബി മുതൽ ഇതുവരെയുള്ള ഓരോ സെക്കൻഡിനെയും പരിശോധിച്ചു നോക്കിയാൽ, നമ്മൾ അധ്വാനിച്ച നിമിഷങ്ങൾ പങ്കുവെച്ച് നോക്കിയാൽ, ഭാര്യയ്ക്ക് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും ഒരുപാട് സമയം നമ്മൾ നൽകിയിട്ടുണ്ട്. നമുക്ക് വേണ്ടി എത്ര സമയം നൽകിയെന്ന് ചോദിച്ചാൽ, നമുക്ക് വേണ്ടി ഖുർആൻ ഓതിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സമയമായി മാറി. നമുക്ക് വേണ്ടി ഒരു ദിർഹം ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സമ്പാദ്യമായി മാറി. അങ്ങനെ നമുക്ക് വേണ്ടി എത്ര നീക്കിവെച്ചു എന്ന് ചോദിച്ചാൽ വളരെ കുറച്ച് മാത്രമാണ്. അതുകൊണ്ട് ഫസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹ അസ്സമാവാതി വൽ അർള് ഉഇദ്ദത ലിൽ മുത്തഖീൻ. അല്ലാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്തിലേക്കും ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിലേക്കും അള്ളാഹു മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ച ആ സ്വർഗത്തിലേക്ക് ധൃതി കാണിക്കണം. നീട്ടിവെക്കാതെ, മാറ്റിവെക്കാതെ അള്ളാഹു നൽകിയ ജീവിതത്തിലെ വസന്തകാലമായ യുവത്വത്തിന്റെ കർമ്മശേഷിയെയും ഊർജവും ഓജസ്സും ആ മാർഗത്തിൽ ഉപയോഗപ്പെടുത്താൻ സാധിച്ചാൽ, നെറ്റിയിൽ പൊടിയുന്ന വിയർപ്പ് കണങ്ങൾ, ദഅവത്തിന്റെ പ്രബോധനത്തിന്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിച്ച വിയർപ്പ് കണങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ടാകും. ആ മാർഗത്തിൽ അധ്വാനിച്ച് ശരീരത്തിലെ പേശികൾ ക്ഷീണിക്കുമ്പോൾ അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് വേണ്ടി പ്രതിഫലം രേഖപ്പെടുത്തി വെക്കുകയാണ്. അതെ, അത് നിസ്സാരമായ കാര്യമല്ല. ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ. നീ കാരണം ഒരാൾ ഹിദായത്തിലായാൽ ഈ ദുനിയാവും അതിലുള്ളത് മുഴുവനും നിനക്ക് ലഭിക്കുന്നതിനേക്കാൾ മഹത്തരമാണ് അത് എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. നാട്ടിൽ നമ്മൾ കണ്ടു, കോടിക്കണക്കിന് രൂപ സ്ഥാനാർത്ഥികൾ മുടക്കാൻ തയ്യാറായത് ഒരു പ്രദേശത്തിന്റെ MP ആയി തീരുന്നതിന് വേണ്ടിയാണ്. ഒരു പ്രദേശത്തിന്റെയല്ല, ഒരു രാജ്യത്തിന്റെയല്ല, ഈ ഭൂമി ലോകവും അതിലുള്ളത് മുഴുവനും നിങ്ങളുടേതാകുന്നതിനേക്കാൾ നിങ്ങൾക്ക് മഹത്തരമാണ്
ഒരാൾ നീ കാരണം ഹിദായത്തിലായാൽ എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചത്. ദഅവത്ത് പ്രവർത്തനത്തിന്റെ പ്രാധാന്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. ഇസ്ലാഹി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം സമീപകാലത്ത് കടന്നു വന്ന നിരവധി പണ്ഡിതന്മാർ അവരുടെ അനുഭവങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുന്ന സമയത്ത് എന്റെ കയ്യിൽ കിട്ടിയ സമ്മേളനത്തെ പരിചയപ്പെടുത്തിയ, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആശയത്തെ പരിചയപ്പെടുത്തിയ ലഘുലേഖയാണ് ഈ പ്രസ്ഥാനത്തിലേക്ക് എന്നെ നയിച്ചത് എന്ന് പറഞ്ഞ ആളുകളെ കൂട്ടത്തിലുണ്ട്. അതുപോലെ തന്നെ എന്റെ സുഹൃത്ത് നൽകിയ CD-യാണ് ഈ ആദർശത്തിലേക്ക് എന്നെ കൊണ്ടുവന്നത് എന്ന് ഇന്നും പ്രസംഗിക്കുന്ന പണ്ഡിതന്മാരുണ്ട്. കാരണം അവർക്കൊക്കെ വെളിച്ചമായി തീർന്നത് ഈ കിട്ടിയിരിക്കുന്ന ഒരു ചെറിയ ലഘുലേഖയാണ്, ഒരു CD-യാണെങ്കിൽ നമ്മുടെ കയ്യിലൂടെ ആരിലേക്കെല്ലാം ഈ ദീനിന്റെ സന്ദേശം എത്തുന്നുവോ അവർ ചെയ്യുന്ന കർമ്മങ്ങളുടെ പ്രതിഫലം അവർക്ക് ലഭിക്കുന്നതോടൊപ്പം അതിന്റെ ഒരു വിഹിതം നമുക്ക് കൂടി ലഭ്യമായി തീരുകയാണ്. നാളെ പരലോകത്ത് റബ്ബിന്റെ അടുക്കലെത്തുമ്പോൾ ഏറ്റവും വലിയ സമ്പാദ്യം. അതുകൊണ്ട് സഹോദരങ്ങളെ, എങ്ങനെ നമുക്ക് എന്റെ ഭാര്യ, എന്റെ വീട്, എന്റെ റൂം എന്ന ചുരുങ്ങിയ ലോകത്തേക്ക് നമുക്ക് ഒതുങ്ങിക്കൂടാൻ സാധിക്കും? പ്രബോധന പ്രവർത്തനം എന്ന അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്ന ദഅവത്ത് എന്ന അതിമഹത്തായ ദൗത്യം, ആ മാർഗത്തിൽ നമ്മൾ അനക്കുന്ന ഓരോ ചെറുവിരലിനും, ആ മാർഗത്തിൽ നമ്മൾ നടത്തുന്ന ഓരോ നീക്കത്തിനും കണക്കാക്കാൻ പറ്റാത്ത പ്രതിഫലമാണ് അള്ളാഹു ഒരുക്കി വെച്ചത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ മാർഗത്തിൽ എല്ലാ ആലസ്യങ്ങളും വിട്ടുമാറ്റിക്കൊണ്ട് ഒരു സന്നദ്ധതയോടുകൂടി, തയ്യാറെടുപ്പോടുകൂടി മുന്നോട്ടിറങ്ങാൻ നമ്മൾ തയ്യാറാവുക. ആ കാര്യം എങ്ങനെ നിർവഹിക്കണം? ഉദു ഇലാ സബീലി റബ്ബിക് ബിൽ ഹിക്മ വൽ മൗഇദത്തിൽ ഹസന വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ. യുക്തിദീക്ഷയോടുകൂടി, സതുപദേശങ്ങളോടുകൂടി, അതുപോലെ തന്നെ അർത്ഥപൂർണമായ സംവാദങ്ങളിലൂടെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്കുള്ള ക്ഷണം നടത്തണമെന്നാണ് റബ്ബ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ശ്രമം നടത്തുന്ന കാര്യത്തിൽ നമുക്കിടയിൽ ഒരു കൂട്ടായ്മയുണ്ടായിത്തീരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് യദുല്ലാഹി അലൽ ജമാഅ, അള്ളാഹുവിന്റെ സഹായം സംഘത്തിന്റെ കൂടെയാകുന്നു, സംഘത്തോടൊപ്പമാണ്. അലൈക്കും ബിൽ ജമാഅ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സംഘടന എന്ന് പറയുന്നത് നിങ്ങളുടെ ബാധ്യതയാണ്. വ ഇയ്യാക്കും വൽ ഫിർഖ, ഭിന്നിപ്പിനെ നിങ്ങൾ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സംഘത്തിൽ നകന്നു പോകുന്ന ആട്ടിൻകുട്ടിയെ ചെന്നായി പിടിക്കാൻ വളരെ എളുപ്പമാണ്. അതേപോലെ സംഘത്തിൽ നിന്ന് അകന്നു പോകുന്നവനെ പിശാചിന് പിടികൂടാൻ വളരെ എളുപ്പമാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. നല്ല ഒരു സമൂഹത്തിന്റെ, സംഘത്തിന്റെ കൂടെയാകുമ്പോൾ അവരുടെ നന്മകൾ നമ്മൾ അറിയാതെ നമ്മളിലേക്ക് പകർത്തപ്പെടും. ജമാഅത്തിൽ കൃത്യതയുള്ള, നാവിനെ സൂക്ഷിക്കുന്ന കാര്യത്തിൽ ഭയഭക്തി കാണിക്കുന്ന, സാമ്പത്തിക ഇടപാടുകളിൽ സൂക്ഷ്മത പാലിക്കുന്ന, അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും നന്മ മുറുകെ പിടിക്കുകയും തിന്മയെ വർജിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടായ്മയുടെ കൂടെയാണ് നമ്മളെങ്കിൽ നമ്മുടെ ഓരോ നിമിഷത്തിലും ആ സൂക്ഷ്മതാബോധം നമ്മിലേക്ക് പകർത്തപ്പെടും. നേരെ മറിച്ചാണ് തിന്മയുടേതെങ്കിൽ, തിന്മയുടെ സംഘമാണെങ്കിൽ തീർച്ചയായും ആ തിന്മയാണ് നമ്മിലേക്ക് പകർത്തപ്പെടുക. ഒരു അറബി കവി പാടിയ പോലെ, നീ നിന്റെ സുഹൃത്തിനെ തിരഞ്ഞെടുക്കുമ്പോൾ അഭിമാനത്തോടു കൂടിയാകണം തിരഞ്ഞെടുക്കേണ്ടത്. കാരണം ഓരോരുത്തരും തന്റെ സുഹൃത്തിന്റെ മതത്തിലേക്കാണ് ചേർക്കപ്പെടുന്നത്. ഇന്നയാളാണ് എന്റെ സുഹൃത്ത് എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന ആളെ ആകണം നീ സുഹൃത്തായി തിരഞ്ഞെടുക്കുക. അങ്ങനെയുള്ള ഒരു സുഹൃത്ത് സംഘം, നന്മയുടെ ഒരു കൂട്ടായ്മ, എന്തിനു വേണ്ടി? ഒരേ ദൗത്യമാണ് നിറവേറ്റാനുള്ളത് എന്നത്. അതാണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയും എല്ലാം കൂട്ടിച്ചേർത്തത്. വ്യത്യസ്ത കുടുംബങ്ങളിൽ കഴിഞ്ഞിരുന്ന, വ്യത്യസ്ത സാമ്പത്തിക നിലപാടുകളിൽ നിലനിന്നിരുന്ന, വ്യത്യസ്ത സാമൂഹിക ജീവിതക്രമത്തിന്റെ ഭാഗമായിരുന്ന ജനതയെ ഒരേ നേതാവിന്റെ കീഴിൽ, ഒരേ വസ്ത്രത്തിൽ, ഒരേ പ്രാർത്ഥനയിൽ, ഒരേ ആരാധനയിൽ ഒരുമിച്ച് കൂട്ടാൻ അള്ളാഹുവിന്റെ പ്രവാചകന് സാധ്യമായി തീർന്നു. വിശ്വാസമുണ്ടാകുന്ന ഏകീകരണമാണ്. കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ, വിവിധ വീടുകളിൽ, വിവിധ കുടുംബാന്തരീക്ഷങ്ങളിൽ, ഈ ഗൾഫ് നാടിയിൽ എത്തിയിട്ട് വിവിധ ജോലികളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മെ ഈ 4 ചുമരുകൾക്കുള്ളിലേക്ക് ഒരുമിച്ച് കൂട്ടിയത് ഈ അടിസ്ഥാനപരമായ ആദർശമാണ്. ഇവിടെ നമ്മൾ ഒന്നായിത്തീരുന്നു. നമ്മിലുള്ള ഒരാളുടെ രോഗം നമ്മുടെ മൊത്തം രോഗമാകുന്നു. നമ്മിലുള്ള ഒരാളുടെ കഷ്ടപ്പാട് നമ്മുടെ മൊത്തം കഷ്ടപ്പാടും ദുഃഖവുമായി നമ്മൾ ഏറ്റുവാകുന്നു. ഈ ഹൃദയബന്ധം അതിശക്തമാക്കി തീർക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ള ഒരു സംഘത്തിലാണ് അള്ളാഹുവിന്റെ സഹായമുണ്ടാവുക എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി
അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഞാൻ ദീനനുസരിച്ച് നിസ്കരിക്കുകയും നോമ്പ് നോൽക്കുകയും ഖുർആൻ പഠിക്കുകയൊക്കെ ചെയ്താൽ എനിക്ക് സ്വർഗം കിട്ടില്ലേ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ഒരു ജീവിതമല്ല. ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതോടൊപ്പം നന്മ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ സംഘടിതമായി മുന്നോട്ട് നീങ്ങുകയും ചെയ്യുക എന്നത് വിശ്വാസികളുടെ ബാധ്യതയായിട്ടാണ് അള്ളാഹു നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിരിക്കുന്നത്. മാത്രവുമല്ല, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അന്ത്യനാൾ അടുക്കുന്ന സന്ദർഭത്തിൽ ഈ തിന്മകൾ അതിശക്തമായി കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ അവിടെ തീർച്ചയായും റസൂലുള്ളാഹി പറഞ്ഞു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ, അലൈക്കും ബിൽ ജമാഅ വ ഇയ്യാക്കും വൽ ഫിർഖ എന്ന് പഠിപ്പിച്ചുകൊണ്ട്, ഫഇന്ന ശൈത്വാന മഅൽ വാഹിദ് വഹുവ മിനൽ ഇസ്നൈനി അബ്അദ് മൻ അറാദ ബുഹ്ബൂഹത്തൽ ജന്ന ഫൽയൽസമിൽ ജമാഅ. ഇമാം തുർമുദി റഹിമഹുല്ലാഹു ഉദ്ധരിക്കുന്ന ഹദീസ്. സ്വർഗത്തിന്റെ സുഗന്ധം ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ സംഘത്തിന്റെ കൂടെ ചേരട്ടെ. ഒരാൾ ഒറ്റക്കാണെങ്കിൽ തീർച്ചയായും അവിടെ പിശാചുണ്ട്. രണ്ടാളുണ്ടെങ്കിൽ പിശാചിൽ നിന്ന് അവർ അകന്നു. അതുകൊണ്ട് സ്വർഗത്തിന്റെ ഗന്ധമുണ്ട് എങ്കിൽ നിങ്ങളൊരു സംഘമായി, സ്വർഗത്തിന്റെ ഗന്ധം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളൊരു സംഘമാകണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശമാണ്. ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരള നദ്വത്തുൽ മുജാഹിദീനും അതിന്റെ പോഷക ഘടകങ്ങളും സംഘടിച്ചിട്ടുള്ളത്. ആ ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗൾഫ് നാടുകളിലെ പ്രവർത്തകർ ഏകോപിച്ച് ചേർന്നിട്ടുള്ളത്. ഇതൊരു നിസ്സാരമായ കാര്യമല്ല. ഇവിടെയുള്ള ഈ കൂട്ടായ്മയുടെ ഗുണഫലം ഇവിടെ മാത്രമല്ല അനുഭവപ്പെടുന്നത്. കേരളത്തിന്റെ ഏതേത് പ്രദേശങ്ങളിലേക്ക് കടന്നു ചെന്നാലും അന്ധവിശ്വാസങ്ങളുടെ ഖുറാഫാത്തിന്റെ വിളനിലങ്ങളിൽ ഇന്ന് തൗഹീദിന്റെ ശബ്ദങ്ങൾ അൽഹംദുലില്ലാ അതിശക്തമായി മുഴങ്ങിക്കേൾക്കുന്നുണ്ട്. പുതിയ പുതിയ പ്രദേശങ്ങളിൽ ആദ്യമായി പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുന്നത് ഒന്നോ രണ്ടോ പേരാണ്. ഈ രണ്ടുപേർ എങ്ങനെ ഉണ്ടായി എന്ന് ചോദിക്കുമ്പോൾ, അല്ലയിൽ അബുദാബിയിൽ അതുപോലെ ഷാർജയിൽ ഇസ്ലാഹി സെന്ററിന്റെ ക്ലാസ്സിന് പോയിട്ട് ആദർശം മനസ്സിലാക്കിയ ആളുകൾ, അങ്ങനെ ഉണ്ടായ ഒരാള്, അങ്ങനെ ഉണ്ടായ രണ്ടുപേര്, അവരാണ് ആദ്യമായി പരിപാടി സംഘടിപ്പിച്ചത്. അതിന് ഖണ്ഡനങ്ങളും മണ്ഡലങ്ങളും നടക്കുന്നു. ഒന്നോ രണ്ടോ മൂന്നോ പരിപാടി കഴിയുമ്പോൾ അവിടെ ശാഖയായി തീരുന്നു. ഇതാണ് കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ സഹായകമായി തീർന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഈ കൂട്ടായ്മ, അതിന്റെ ഗുണഫലം ഇവിടെ മാത്രമല്ല കേരളത്തിന്റെ മണ്ണിൽ മൊത്തത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്കിവിടെ പടച്ചതമ്പുരാൻ അനുവദിച്ചു തന്ന ഈ കാലം, ആ കാലം എത്ര പരിമിതമായിരുന്നാലും അത് ഏറ്റവും സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധ്യമായി തീരണം. ആ ദൗത്യം നിർവഹിക്കുന്ന ഈ ഉത്തരവാദിത്ത നിർവഹണത്തിന്റെ ഘട്ടത്തിൽ തന്നെ അവനവന്റെ ആത്മശുദ്ധി എന്നുള്ളത് ഏറ്റവും പരമപ്രധാനമായി കാത്തു സൂക്ഷിക്കാനും നമ്മൾ ശ്രദ്ധിക്കുക. കാര്യം ജനങ്ങളോട് ഈ വിഷയങ്ങൾ പറയുമ്പോൾ അത് പറയാനുള്ള അർഹത കൂടി നമുക്കുണ്ടായിത്തീരണം. അത് പറയാനുള്ള അർഹത നമുക്കുണ്ടോ എന്ന് പ്രബോധിത സമൂഹം ഏത് സമയത്തും ജാഗരൂകരായി ശ്രദ്ധിക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ മഹാന്മാരായ പ്രവാചകന്മാരോട് അള്ളാഹു ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. ആരെ ആയിരിക്കണം നിങ്ങൾ പിന്തുടരേണ്ടത്? ഇത്തബിയു മല്ലാ യസ്അലുക്കും അജ്റൻ വഹും മുഹ്തദൂൻ. നിങ്ങളോട് കൂലി ചോദിക്കാത്ത ആളുകളെ നിങ്ങൾ പിന്തുടരുക, അവരാകുന്നു ഹിദായത്തിലായത് എന്ന് അള്ളാഹു സൂറത്ത് യാസീനിലൂടെ പഠിപ്പിക്കുന്നു. നിഷ്കളങ്കമാകണം, ആത്മാർത്ഥമാകണം ദഅവത്ത് പ്രവർത്തനം എന്നതാണ് അള്ളാഹു ഈ വചനത്തിലൂടെ പഠിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ മഹാന്മാരായ പ്രവാചകന്മാരെല്ലാം പ്രബോധിത സമൂഹത്തോട് പറഞ്ഞ മറ്റൊരു വാക്ക്, വലാ അസ്അലുക്കും അലൈഹി മിൻ അജ്രിൻ ഇൻ അജ്രിയ ഇല്ലാ അലാ റബ്ബിൽ ആലമീൻ. ഞാൻ നിങ്ങളോട് കൂലി ചോദിക്കുന്നില്ല, എന്റെ പ്രതിഫലം ലോകങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിലാണ്. ഈ കാര്യം ഇവൻ എന്തിനു വേണ്ടി പറയുന്നു? നിരന്തരമായി എന്തുകൊണ്ട് എന്നോട് ഈ ഉപദേശം നടത്തുന്നു? അവൻ അതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ? ഇല്ല. പിന്നെ എന്തായിരിക്കണം അതിന് കാരണം? തീർച്ചയായും അവന്റെ ആത്മാർത്ഥതയാണ്. എങ്കിൽ ആ ആദർശം ഞാനൊന്ന് പരിശോധിക്കേണ്ടതില്ലേ എന്ന് നമ്മുടെ പ്രബോധിത സമൂഹത്തിൽ തീർച്ചയായും ചിന്തയുണ്ടായിത്തീരും. അതിനനുയോജ്യമാകുന്ന നിലക്കുള്ള നിസ്വാർത്ഥമായൊരു ഹൃദയം അവരുടെ മുമ്പിൽ തുറന്നു വെക്കാൻ നമുക്ക് സാധ്യമാകണം. അതോടൊപ്പം തന്നെ ആത്മശുദ്ധി കൈവരിച്ചുകൊണ്ട് ചുറ്റുപാടിലുമുള്ള ഏതൊരു മനുഷ്യന്റെ മുമ്പിലും ഒരു മാതൃകയാകാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകണമെന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. ഞാൻ നേരത്തെ ഉദ്ധരിച്ച സൂറത്ത് യൂസുഫിൽ മഹാനായ യൂസുഫ് അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നുകൊണ്ട് സ്വപ്ന വ്യാഖ്യാനം തേടുന്ന ആ രണ്ട് ചെറുപ്പക്കാർ സ്വപ്നത്തെക്കുറിച്ച് വിശദീകരിച്ച ശേഷം പറയുന്നൊരു വാക്കുണ്ട്, ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ, ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ. തീർച്ചയായും ഞങ്ങൾ താങ്കളുടെ അടുക്കൽ വരാൻ കാരണം താങ്കളെ ഞങ്ങൾ കാണുന്നത് ഒരു മുഹ്സിനായിട്ടാണ്. താങ്കൾ നല്ലവനാണ്.
നമ്മുടെ അടുക്കൽ വന്നുകൊണ്ട് നമ്മളുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് അത് പറയാൻ സാധിക്കുന്ന ഒരു ജീവിതാവസ്ഥയിലാണോ ഞാനും നിങ്ങളും ഉള്ളത്? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നിരന്തരമായി പീഡിപ്പിച്ചിരുന്ന ജൂതനായ അയൽക്കാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജ്റ പുറപ്പെടുന്ന ഘട്ടത്തിൽ വഴിയിൽ തടഞ്ഞു വെക്കുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അബൂബക്കർ താങ്കൾ പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട്. നമ്മുടെ നാട്ടിലുള്ള 10 സെന്റ് ഭൂമി വിറ്റുകൊണ്ട് നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറ്റുമ്പോൾ നമ്മുടെ ആ അയൽക്കാര് നിങ്ങൾ ഇവിടെ നിന്ന് പോകരുത് എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയിലാണോ ഉള്ളത്? അത്തരമൊരു ജീവിത നിലവാരത്തിലേക്ക് ഉയർന്നുകൊണ്ട് നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ ആവശ്യമാണ്. നമ്മൾ പ്രവർത്തിക്കുന്ന കർമ്മഭൂമിയിൽ മറ്റുള്ള ആളുകൾക്ക് നമ്മൾ ഒരു ആവേശമായി മാറുന്ന, ഒരു മാതൃകയായി മാറുന്ന ഒരു ജീവിത നിലവാരത്തിലേക്ക് പ്രബോധകൻ ഉയരേണ്ടതുണ്ട് എന്നതാണ് അള്ളാഹു ഇതിലൂടെ പഠിപ്പിച്ചു തരുന്നത്. ഓഫീസ് ഉദ്യോഗസ്ഥനാണ് നമ്മളെങ്കിൽ ഫയലുകളെ ചുവപ്പ് നാടയിൽ ബന്ധിക്കുന്നത് ഓഫീസ് മുറയായി മാറി ആധുനിക കാലഘട്ടത്തിൽ കെട്ടുകൾ ഇടുന്നതിന് പകരം കെട്ടുകൾ അഴിച്ചുകൊണ്ട് മനുഷ്യന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന നമ്മുടെ മേശക്കരിയിലേക്ക് ആളുകൾ വന്നെത്തുന്ന ഒരവസ്ഥ. നമ്മുടെ കടയിലേക്ക് ഒരുപാട് കടകളുണ്ടായിട്ടും നമ്മുടെ കടയിലേക്ക് ആളുകൾ വന്നുകൊണ്ട് മനസ്സിൽ ഇന്നാൻ അറാക്ക മിനൽ മുഹ്സിനീൻ എന്ന് പറയുന്ന ആ ഒരവസ്ഥ ഒരു പ്രബോധകൻ എന്ന നിലക്ക് നമ്മിൽ ഉണ്ടാകണമെന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ശരീരത്തെയും മനസ്സിനെയും ശുദ്ധീകരിച്ചുകൊണ്ട് പടച്ചതമ്പുരാൻ പഠിപ്പിച്ചത് 3 കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ആ മനുഷ്യൻ ജനങ്ങൾക്ക് ലഭിക്കുന്നതിൽ ഏറ്റവും ഉത്തമമായത് അവന് ലഭിച്ചിരിക്കുന്നു. ഖൽബുൻ ഷാക്കിർ, നന്ദിയുള്ള ഒരു ഹൃദയം. ഈ അനുഗ്രഹങ്ങളൊക്കെ നൽകിയ പടച്ചതമ്പുരാൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക്, സ്വകാര്യ ആശുപത്രികളിലെ ICUവിലേക്ക് ചെന്നാൽ കാണുന്ന മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരുപാട് രംഗങ്ങൾ. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ആരോഗ്യവും സമ്പത്തും ജീവിത സുഖങ്ങളും എന്റെ നാഥൻ എനിക്ക് നൽകി. ഈ അനുഗ്രഹങ്ങൾ നൽകിയ അള്ളാഹുവിനോടുള്ള നന്ദി ഇബാദത്തുകളിലൂടെ പ്രകടിപ്പിക്കുക. 2 വലിസാനും ദാക്കിറും, അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുന്ന, സ്മരിക്കുന്ന, ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു നാവ്. 3 വസൗജത്തുൻ സ്വാലിഹത്തുൻ തുഈനുക അലാ അംരി ദുനിയാക വദീനക, ദുനിയാവിന്റെയും ദീനിന്റെയും കാര്യത്തിൽ നിന്നെ സഹായിക്കുന്ന ഒരു ഭാര്യ. തഹജ്ജുദ് നമസ്കാരത്തിന് വേണ്ടി നിന്നെ വിളിച്ചുണർത്തുന്ന, പ്രബോധന പ്രവർത്തന രംഗത്തൊരല്പസമയം അവളുടെ അടുക്കൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വന്നാൽ പോലും അത് സഹിക്കാനും ക്ഷമിക്കാനും നിന്നെ പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ തയ്യാറാകുന്ന, നിന്നിലുള്ള തിന്മകളെ സ്നേഹം കൊണ്ട് തിരുത്തുന്ന ഒരു നല്ല ഇണ. ഈ 3 കാര്യങ്ങൾ ഖൈറുമാ അക്തറന്നാസ്, ജനങ്ങൾക്ക് ലഭിക്കാവുന്നതിൽ ഏറ്റവും ഉത്തമമെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചു. നന്ദിയുള്ളൊരു ഹൃദയത്തിന്റെ അടിമയായിക്കൊണ്ട് പടച്ചതമ്പുരാന്റെ മാർഗത്തിൽ അധ്വാനിക്കാനുള്ള സന്നദ്ധത ഒരു പ്രബോധകൻ എന്ന നിലക്ക് നമ്മിൽ ഉണ്ടായിത്തീരണം. അങ്ങനെ ഉണ്ടാകുന്ന ഈ കൂട്ടായ്മ അത് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ചില കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. അനിവാര്യമായി ഉണ്ടാകേണ്ടത് മറ്റുള്ള ആളുകളെ ഉൾക്കൊള്ളാനുള്ള കഴിവും സന്നദ്ധതയുമാണ്. അൻസിലുന്നാസ മനാസിലഹും, അറബിയിൽ അതൊരു പ്രയോഗം തന്നെയായി കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങളെ അവരവരുടെ സ്ഥാനത്ത് വെക്കുക എന്നത്. ഉപ്പക്ക് നൽകേണ്ടുന്ന സ്ഥാനം ഉപ്പക്ക് നൽകണം, ഉമ്മക്ക് നൽകേണ്ടുന്ന സ്ഥാനം ഉമ്മക്ക് നൽകണം, മക്കൾക്ക് നൽകേണ്ടുന്ന സ്ഥാനം മക്കൾക്ക് നൽകണം. അതുപോലെ തന്നെയാകുന്നു സംഘടനയിലും. നേതാക്കൾക്ക് നൽകപ്പെടേണ്ടുന്ന സ്ഥാനം അവർക്ക് നൽകപ്പെടണം. നേതാവ് അനുയായികൾക്ക് നൽകേണ്ടുന്ന പരിഗണനയും സ്ഥാനവും അവർക്കും നൽകിയിരിക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു മാതൃകയാണ് പഠിപ്പിച്ചെന്നിട്ടുള്ളത്. പരസ്പരം വശാവിർഹും ഫിൽ അംർ, കാര്യങ്ങൾ അവരുമായി കൂടിയാലോചിക്കുക എന്ന അള്ളാഹുവിന്റെ കൽപ്പന. ഏത് വിഷയത്തിലും ഏകാധിപത്യ സമീപനം സ്വീകരിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്നതിന് പകരം കൂടിയാലോചനകൾ നടത്തുക. കാരണം 10 പേർ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ 10 നന്മകൾ കണ്ടെത്തുന്നതോടൊപ്പം ആ കാര്യത്തിലുള്ള തിന്മകളെ കണ്ടെത്താനും തീർച്ചയായും സാധ്യമായി തീരും. ന്യൂനതകൾ പരിഹരിക്കപ്പെടാൻ സാധ്യമാകും. അതുകൊണ്ട് ഏത് വിഷയത്തിലും കൂടിയാലോചനയിലൂടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന സ്വഭാവം. അതുപോലെ തന്നെ 10 പേരൊരു കൂട്ടായ്മയാണെങ്കിൽ തീർച്ചയായും 10 തരത്തിലുള്ള കഴിവുകൾ അവിടെ ഉണ്ടാകും. ആ കഴിവുകൾ പൂർണ്ണമായി ആദർശത്തിന്റെ പ്രബോധനത്തിന് ഉപയോഗപ്പെടുത്തണം. അതിനൊരാൾ മാത്രം സജീവമാവുകയും മുഴുവൻ ഉത്തരവാദിത്വം അയാളിൽ കേന്ദ്രീകരിക്കുകയും ചെയ്താൽ സാധ്യമാകില്ല. സത്യത്തിൽ അങ്ങനെ ഉണ്ടാകുന്ന ഒരു സംഘടിത പ്രവർത്തനം എന്ന് പറയുന്നത് അത് ആ പ്രസ്ഥാനത്തെ നശിപ്പിക്കലാണ്. എല്ലാ കാര്യങ്ങളും സെക്രട്ടറി ചെയ്യുക, ബാക്കിയുള്ള ആളുകൾ പ്രേക്ഷകരായി നിൽക്കുക എന്നതല്ല. മറിച്ച് ഓരോ കാര്യവും പരസ്പരം വീതിക്കപ്പെടുമ്പോൾ എല്ലാ ആളുകൾക്കും പ്രവർത്തിക്കാനുള്ള അവസരവും അതുവഴി നന്മയുടെ പ്രതിഫലം നേടാനുള്ള അവസരവും ലഭ്യമാകുന്നു. മാത്രവുമല്ല എല്ലാ ആളുകളിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്ത ബോധവും ഉണ്ടാകുന്നു. അള്ളാഹുവിന്റെ റസൂൽ യുദ്ധഭൂമിയിൽ പോലും പലപ്പോഴും അതുപോലെ തന്നെ ആദർശവുമായി ബന്ധപ്പെടുന്ന തലങ്ങളിൽ പോലും തന്റെ എതിരാളികളുടെ പോലും സഹായങ്ങളും സേവനങ്ങളും ഉപയോഗപ്പെടുത്തിയതിന്റെ നിരവധി ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.
സാധിക്കുന്നുണ്ട്. അതേ പ്രകാരം തന്നെ വിട്ടുവീഴ്ചയ്ക്ക് വേണ്ടിയുള്ള സന്നദ്ധത. പലപ്പോഴും ഏത് കാര്യവും സത്യവും ആദർശമൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിലും തന്റെ സുഹൃത്തിന്റെ ഭാഗത്ത് നിന്ന് വന്ന, കമ്മിറ്റിയിലെ മറ്റൊരു അംഗത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു ചെറിയ തന്നിലുള്ള തിന്മയെ ചൂണ്ടിക്കാണിച്ചത് പോലും സഹിക്കാൻ സാധിക്കാതെ, ചെറിയ പ്രശ്നങ്ങളിൽ പോലും വിട്ടുവീഴ്ചകൾ കാണിക്കാൻ സാധ്യമാകാതെ പലപ്പോഴും അകൽച്ചകൾ വർദ്ധിച്ചു വരികയും അത് പരസ്പരം മിണ്ടുക പോലും ചെയ്യാത്തൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് പലയിടത്തും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ചെറിയ അകൽച്ചകളാണ് വലിയ വിടവുകളായി രൂപപ്പെടുന്നത്. അതിന് ഹൃദയം കൊണ്ട് അടുക്കാൻ തീർച്ചയായും നമുക്ക് സാധ്യമാകണം. ആ പരസ്പരമുള്ള ഐക്യം നഷ്ടപ്പെടുന്നതാണ്. തീർച്ചയായും അങ്ങനെ നഷ്ടപ്പെടുത്തലാണ് പിശാച് ഉണ്ടാക്കി തീർക്കുക. അവൻ ആഗ്രഹിക്കുന്നത് ആരെയാണ്? തിന്മ ചെയ്യുന്ന ആളുകളെയല്ല. 2 റൂമുകളുണ്ട്. ഒരു റൂമിൽ വിലപിടിപ്പുള്ള സ്വർണമാണ്, തൊട്ടടുത്ത റൂമിൽ ചപ്പു ചവറുകളും മാലിന്യങ്ങളുമാണ്. ഒരു മോഷ്ടാവ് കയറി വന്നാൽ മാലിന്യങ്ങൾ നിറച്ച റൂമല്ല കുത്തി തുറക്കുക, മറിച്ച് സ്വർണാഭരണങ്ങൾ സൂക്ഷിച്ച റൂമായിരിക്കും. തിന്മകളും ജീർണതകളും ചെയ്യുന്ന മനുഷ്യനെയല്ല പിശാചിന് ആവശ്യം, മറിച്ച് നന്മകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ സ്വർഗം ആഗ്രഹിക്കുന്നവരെയാണ്. അത്തരമൊരു സമൂഹത്തിൽ നാശമുണ്ടാക്കാനും ഭിന്നിപ്പുണ്ടാക്കാനും കുഴപ്പങ്ങളുണ്ടാക്കാനാണ് എപ്പോഴും അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. സംശയങ്ങൾ അതിന് കാരണമായി തീരും, അത് അകൽച്ചകൾ വർദ്ധിപ്പിക്കും. അതുകൊണ്ട് എപ്പോഴും അടുത്തിരിക്കണം. മീറ്റിങ്ങുകൾ നിരന്തരമായി കൂടിക്കൊണ്ടിരിക്കണം. പ്രവർത്തനങ്ങൾ പങ്കുവെക്കപ്പെടണം. എല്ലാവർക്കും അംഗീകാരങ്ങൾ നൽകപ്പെടണം. അംഗീകാരം മനുഷ്യന്റെ മാനസികമായ ഒരാഗ്രഹമാണ്. അത് ആഗ്രഹിക്കാൻ സത്യവിശ്വാസിക്ക് പാടില്ല എങ്കിൽ പോലും അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം, ഒരാൾ ഒരു നന്മ ചെയ്താൽ അഹ്സൻത എന്ന് പറയുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന സ്വഭാവം. അതൊരു നേതൃത്വത്തിന് എപ്പോഴും ഉണ്ടാകേണ്ടുന്ന പ്രധാന ഗുണങ്ങളിൽപ്പെട്ടതാണ്. നന്മ ചെയ്യുന്ന ആളുകളെ അംഗീകരിക്കുക. അതോടൊപ്പം തന്നെ പ്രവർത്തനങ്ങൾ കൂട്ടായി തീരുമാനിച്ച ശേഷം അത് നടപ്പാക്കി കഴിഞ്ഞാൽ നടപ്പാക്കിയ പ്രവർത്തനത്തെ സംബന്ധിച്ച വിലയിരുത്തലുകളും ആലോചനകളും നടത്തുക. കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ തകരാറുണ്ടായി, ആള് കുറഞ്ഞുപോയി, കാരണം എന്തേ? അറിയിപ്പ് കൊടുക്കാൻ വൈകിപ്പോയതാണോ? എങ്കിൽ ആരൊക്കെയായിരുന്നു അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരുന്നത്? നോട്ടീസ് എത്തേണ്ടുന്ന സ്ഥലങ്ങളിൽ എത്താതിരുന്നതാണോ? ഇനി ഏൽപ്പിക്കപ്പെട്ടിരുന്ന കാര്യങ്ങളിൽ ഏതിലെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടോ? അതിനെക്കുറിച്ചുള്ള അവലോകനങ്ങൾ നടക്കണം. ഒരു ക്യാമ്പ് നടത്തി, ആ ക്യാമ്പിലൂടെ എന്തൊക്കെ ഗുണങ്ങളുണ്ടായി, എത്ര ആളുകൾ പുതുതായി ആ പരിപാടിക്ക് വന്നു, സ്ഥിരമായി വരുന്ന എത്ര ആളുകൾ വരാതിരുന്നു, അതിന്റെ വിജയത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെ, വീഴ്ചകൾ എന്തൊക്കെ സംഭവിച്ചു, വിലയിരുത്തപ്പെടണം. അങ്ങനെ മുന്നോട്ട് നീങ്ങുന്ന ഒരു സംഘത്തിന് മാത്രമേ വളർച്ചയുണ്ടായിത്തീരൂ. അതുകൊണ്ട് ഈ കൂട്ടായ്മയിൽ ഈ കാര്യങ്ങളെല്ലാം പ്രത്യേകിച്ചും നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളിവിടെ ചെയ്യുന്ന ഓരോ പ്രവർത്തനത്തിനും അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലമുണ്ട് എന്നതുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. വിശുദ്ധ ഖുർആൻ 2 മാതൃകകൾ നമ്മുടെ മുമ്പിൽ വെക്കുന്നുണ്ട്. ഏത് കാര്യം ചെയ്യുമ്പോഴും ആ ഒരു സന്ദേശം നമ്മുടെ ഹൃദയത്തെ പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ഞാൻ ഭാരവാഹിയായതുകൊണ്ട്, ഞാൻ ഇസ്ലാഹി സെന്ററിലെ മെമ്പർ ആയതുകൊണ്ട് ഈ കാര്യത്തിന് സഹകരിച്ചില്ലെങ്കിൽ അടുത്ത മീറ്റിംഗിൽ ചോദ്യം ചെയ്യുമല്ലോ എന്ന ചിന്തയല്ല, മറിച്ച് സത്യവിശ്വാസിയിൽ ഉണ്ടാകേണ്ട ചിന്ത, മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിന്റെ ഖലീൽ എന്ന സ്ഥാനത്തിന് അർഹനായിരുന്നിട്ട് പോലും കഅബാലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനം നടത്തിയ സമയത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ എന്ന് പ്രാർത്ഥിക്കുന്നത് സൂറത്ത് ബഖറയിൽ നമുക്ക് കാണാം. അള്ളാഹുവേ ഇത് സ്വീകരിക്കണമേ എന്ന്. തന്നെ നശിപ്പിക്കാൻ ശ്രമിച്ച സ്വന്തം സഹോദരന്മാർ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞ ശേഷം അള്ളാഹു തന്റെ യുക്തി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ യൂസുഫ് അലൈഹിസ്സലാമിനെ സംരക്ഷിക്കുകയും വളർത്തിക്കൊണ്ടുവരികയും ചെയ്ത ശേഷം നശിപ്പിക്കാൻ ശ്രമിച്ച സഹോദരന്മാർ പഞ്ചപുച്ഛമടക്കി തന്റെ മുമ്പിൽ നിൽക്കുന്ന സന്ദർഭം മഹാനായ യൂസുഫ് അലൈഹിസ്സലാം, റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക് വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ് ഫാത്തിറസ് സമാവാതി വൽ അർള് അൻത വലിയ്യി ഫിദ് ദുനിയ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖനി ബിസ്സാലിഹീൻ. എല്ലാ അനുഗ്രഹങ്ങളും ലഭ്യമായി തീർന്ന് മന്ത്രി പദവിയിലെത്തി തന്നെ നശിപ്പിക്കാൻ ശ്രമിച്ച ആളുകൾ തന്റെ മുമ്പിൽ വിധേയരായി വന്നു നിൽക്കുന്ന സന്ദർഭത്തിൽ അഹങ്കാരം നടിക്കുന്നതിന് പകരം, നാഥാ ഇതൊക്കെ പഠിപ്പിച്ചത് നീയാണ്, ആകാശഭൂമികളെ മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ച നാഥ, നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കണമേ, സജ്ജനങ്ങളിൽ നീ എന്നെ ചേർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 2 മഹദികളെ അള്ളാഹു വിശ്വാസികൾക്ക് ഉദാഹരണമായി സൂറത്ത് തഹരീമിൽ എടുത്തു ധരിച്ചു. ലറബല്ലാഹു മസലൻ ലില്ലദീന ആമനു. ഒന്നാമത്തത് ഇംറഅത്ത ഫിർഔൻ. എന്താണ് കാരണം? ഇത് ഖാലത് റബ്ബി ബിനിൽ ഇൻദക ബൈതൻ ഫിൽ ജന്ന. സ്വന്തം ഭർത്താവും കിങ്കരന്മാരും ചേർന്നുകൊണ്ട് പീഡനങ്ങൾ ഏൽപ്പിച്ച സന്ദർഭത്തിൽ, ഇരുമ്പ് പഴുപ്പിച്ച് ദേഹത്ത് വെച്ചുകൊണ്ട് ഗുഹ്യഭാഗത്ത് പൊള്ളലുകൾ ഏൽപ്പിച്ച ആ പീഡനങ്ങൾ ഏൽപ്പിച്ച ഘട്ടത്തിൽ വീരമഹദിയായ മറിയം റളിയല്ലാഹു തആല അൻഹയുടെ പ്രാർത്ഥന, റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. അല്ലാഹുവേ, സ്വർഗ്ഗത്തിൽ നിന്റെ അടുക്കൽ ഒരു വീട് നീ എനിക്ക് നൽകണമേ. അത് പലപ്പോഴും നമ്മൾ മറന്നുപോകുന്നു. നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴും പ്രാർത്ഥിക്കുക എന്ന സ്വഭാവം
അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി നാം കാത്തു സൂക്ഷിക്കുക. അങ്ങനെ അള്ളാഹുവിലേക്ക് അടുക്കുന്ന, അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിക്കുന്ന, ഞാൻ എൻ്റെ സംസാരത്തിന്റെ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് വഴിയിൽ കാണുന്ന ഏത് കാര്യം സൂചിപ്പിക്കുന്ന സുഹൃത്തിനോടും ഇതാ വീട്ടിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ധൃതി കാണിക്കുന്ന യാത്രക്കാരനെ പോലെ യഥാർത്ഥ ഭവനമായ ദാറുസ്സലാം, സ്വർഗം, രക്ഷയുടെ വീട്, അവിടേക്കുള്ള പ്രയാണം അടുത്തിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നന്മകളിൽ, സൽക്കർമ്മങ്ങളിൽ ധൃതി കാണിച്ചുകൊണ്ട് മനസ്സിനെയും ശരീരത്തെയും ശുദ്ധീകരിച്ചുകൊണ്ട് ബാധ്യത നിർവഹണത്തിന്റെ ഈ കർമ്മഭൂമിയിൽ സജീവമായി നമ്മൾ മുന്നോട്ട് നീങ്ങുക. നമ്മെ മാറ്റി നിർത്താൻ, ആലസ്യത്തിലേക്ക് നീക്കാൻ ശ്രമിക്കുന്ന പിശാചിന്റെ എല്ലാ ദുർബോധനങ്ങളിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ട് സജീവത കൈവരിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് നീങ്ങുക. റഹ്മാനായ റബ്ബ് അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ഒരുമിച്ചുകൂടി ഇതേ വിധത്തിൽ അല്ലാഹുവേ നിന്റെ സ്വർഗത്തിലും ഒരുമിച്ചുകൂടാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.